എല്ലാവർക്കും നമസ്കാരം. മനുഷ്യൻ അവനവനിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള തുറന്നിട്ട സംവാദങ്ങള് ഒത്തുചേരലിലൊക്കെ നമ്മുടെ സമൂഹത്തിന് നൽകുന്നത് വലിയൊരു പ്രതീക്ഷയും പ്രത്യാശയുമാണെന്ന് ആദ്യം തന്നെ പറയുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്, ഇതൊരു ചരിത്രമാകാൻ പോകുന്ന ഒരു ഇടമാണെന്ന് കൂടിയാണ് എനിക്കിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ മനസ്സിലായത്. ഒരു പുസ്തകാസ്വാദകയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പുസ്തക പ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇടം വിശാലമായ, നമ്മളെപ്പോഴും പറയാറുണ്ട് കണ്ണുനട്ട് നോക്കിയിരിക്കും പോലെ വിശാലമായ നെൽപ്പാടങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ അത്രയും വിശാലമായ പുസ്തക ശേഖരങ്ങളാണ്. ഏതൊരു പുസ്തകപ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വർഗം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ്. തീർച്ചയായും ഇതൊരു ചരിത്രത്തിന്റെ ഭാഗമാവും എന്നും കൂടെ പറയുകയാണ്. ആദ്യം തന്നെ ഇതിന്റെ സംഘാടകരോട് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. കാരണം നിങ്ങൾ പുതുതലമുറക്ക് നൽകുന്നത് വലിയൊരു പ്രതീക്ഷയും പ്രത്യാശയും കൂടെയാണ്. കാരണം ചരിത്രത്തെ വിസ്മരിക്കുന്ന ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് പുതിയ തലമുറയ്ക്ക്, ഞാൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പുതിയ തലമുറയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് പുസ്തകങ്ങളാണ്. ആ പുസ്തകമാണ് നിങ്ങളിവിടെ വിശാലമായി സജ്ജീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരോട് എനിക്ക് അസൂയാണ് തോന്നുന്നത്. എൻ്റെ നാട്ടിൽ കണ്ണൂരൊന്നും ഇങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ വിഷയത്തിൽ നിന്ന് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ ബെന്യാമിനാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ആഖ്യാന ശൈലിയിലായാലും ആവിഷ്കാര രീതിയിലായാലും തൻ്റെതായ ഒരു വ്യക്തിമുദ്ര എഴുത്തിൽ പതിപ്പിച്ചൊരു വ്യക്തിയാണ് ശ്രീ ബെന്യാമിൻ. നമുക്ക് നോക്കാം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത്, പ്രവാസം, വായന എന്ന വിഷയത്തിൽ അദ്ദേഹം എങ്ങനെയാണ് നമ്മോട് സംവദിക്കുന്നതെന്ന്. എനിക്ക് സാറിനോട് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, MT കാതികന്റെ പണിപ്പുരയിൽ പറഞ്ഞിട്ടുണ്ട്, അസംതൃപ്തമായ ആത്മാവിനെ വല്ലപ്പോഴും വീണ് കിട്ടുന്ന ചില ആഹ്ലാദത്തിന്റെ അസുലഭ നിമിഷങ്ങൾക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ എഴുതുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ ബെന്യാമിനോട് ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ബെന്യാമിൻ എന്ന എഴുത്തുകാരനെ എന്തിനെഴുതുന്നു, അല്ലെങ്കിൽ ബെന്യാമിൻ എഴുത്തിനെ എങ്ങനെയാണ് നിർവചിക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം. 11:15 തുടങ്ങേണ്ട ഈ സെഷൻ 1 മണി വരെ നീണ്ടുപോയതിലുള്ള ക്ഷമ ആദ്യമേ തന്നെ ചോദിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ട് സംഭവിച്ച ഒരു പിഴവാണ്. നട്ടുച്ചയ്ക്ക് സാഹിത്യം കേൾക്കേണ്ടി വരുന്ന ദുരന്തം കൂടി അതിനകത്തുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക, ക്ഷമിക്കുക. ഓരോ എഴുത്തുകാരനും സ്വയം ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ് നിങ്ങൾ എന്തിനാണ് എഴുതുന്നത് എന്ന്. നമുക്ക് ഓരോരുത്തർക്കും മറ്റനേകം പണി ചെയ്യാവുന്നതാണ്, ഇതിനേക്കാൾ സ്വസ്ഥമായി ഇരിക്കാവുന്നതാണ്. പാട്ട് കേൾക്കാം, റീൽസ് കണ്ടുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കാം, സിനിമ കണ്ടുകൊണ്ടിരിക്കാം, വെറുതെ ഇരിക്കാം, ഉറങ്ങാം. ഇതൊന്നും ചെയ്യാതെ വളരെ ബുദ്ധിമുട്ടി ഈ സാഹിത്യത്തോടൊപ്പം നിൽക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, അത്രമേൽ അശാന്തി അനുഭവിക്കുന്ന എന്തോ ഒന്ന് അവൻ്റെ ഉള്ളിലുണ്ട്. അത് പുറത്തു പോകാതെ അവന് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വലിയ സങ്കടമുള്ളത് കൊണ്ടാണ് ഓരോ എഴുത്തുകാരനും എഴുതുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. AK രാമാനുജത്തിൻ്റെ ഒരു കഥയുണ്ട്. ഒരിക്കലൊരു സന്യാസി ഒരു സത്രത്തിൽ ഉറങ്ങാൻ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ 2 ശിഷ്യന്മാരും അടുത്തുണ്ട്. പെട്ടെന്ന് അപരിചിതരായ 2 പേർ വന്നിട്ട് ഈ സന്യാസിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ തുടങ്ങുന്നു. ശിഷ്യന്മാർ 2 പേരും കൂടി ഓടി വന്നിട്ട് ഇവരെ പിടിച്ചു മാറ്റിയിട്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഈ സാത്വികനായ ഈ മനുഷ്യനെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഥകളാണ്, ഞങ്ങളെ പുറത്തു പോകാൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇയാളെ കൊല്ലാൻ തീരുമാനിച്ചു എന്ന്. അവർ 2 പേരും കൂടി, ശിഷ്യന്മാർ 2 പേരും കൂടി അവരെ ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ച് അയക്കുന്നു. എങ്കിൽ പോലും പിന്നെയും പലവട്ടം പല രൂപത്തിൽ ഇവർ മടങ്ങി വരികയും ഈ സന്യാസിയെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് AK രാമാനുജൻ പറയുന്നുണ്ട്. അതിലൂടെ അദ്ദേഹം പറയുന്നത്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ, ഒരാളുടെ ഉള്ളിലുള്ള കഥ പുറത്തു പോകാതെ വല്ലാതെ വിങ്ങുകയും അത് നമ്മളെ വല്ലാതെ കൊല്ലുകയും ചെയ്യും എന്നുള്ള ഒരു ഭീതി ഉണ്ടാകുമ്പോഴാണ് ഒരാൾ കഥാകാരനായി പോകുന്നത്. അല്ലെങ്കിൽ അത് അവരെ മരണത്തിലായിരിക്കും കൊണ്ടെന്ന് ചെന്നെത്തിക്കുക എന്ന് പറയാറുണ്ട്. ആത്മഹത്യ ചെയ്യുന്ന ഓരോ മനുഷ്യനും യഥാർത്ഥത്തിൽ ഒരു കഥ പറയാനുണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാം.
ആ കഥ കൃത്യസമയത്ത് കേൾക്കാൻ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ, അത് ആരോടെങ്കിലും ഒന്ന് പറയപ്പെട്ടിരുന്നു എങ്കിൽ നിശ്ചയമായിട്ടും അവർ മരണത്തെ തിരഞ്ഞെടുക്കുകയില്ല എന്ന് കൂടി നമുക്ക് അറിയാവുന്നതാണ്. അത്തരത്തിൽ മനുഷ്യൻ ഓരോരുത്തരും സ്വന്തം മരണത്തെ അല്ലെങ്കിൽ മരണം പോലെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വേളയിലാണ് യഥാർത്ഥത്തിൽ ഒരു എഴുത്തുകാരൻ ഉണ്ടാവുകയും അവൻ അത് അക്ഷരങ്ങളിലൂടെ പകർത്തി വെക്കുകയും ചെയ്യുന്നത്. അല്ലാതെ പലരും വിചാരിക്കുന്നത് പോലെ പുരസ്കാരങ്ങൾക്കോ പുസ്തകമാവാൻ വേണ്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശസ്തിക്ക് വേണ്ടിയോ ഒന്നുമല്ല. നമ്മളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, അത് ഒരുപക്ഷെ സമൂഹത്തെക്കുറിച്ചുള്ള ആവലാതികളാവാം, നമ്മൾ കണ്ട അനുഭവങ്ങളാവാം, നമ്മുടെ ചില നൊമ്പരങ്ങളാവാം, ഇന്നോളം പങ്കുവെക്കാത്ത ചില അനുഭവങ്ങളാവാം. അങ്ങനെ പലവിധ കാര്യങ്ങളെ ചിലതിനെയൊക്കെ സമൂഹത്തോട് പങ്കുവെക്കാനുണ്ട് എന്ന തോന്നലിൽ നിന്നാണ്. അതിൽ എഴുത്തുകാരനാവുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമുക്ക് പറയാവുന്ന ഏറ്റവും നല്ല മീഡിയം എഴുത്താണ് എന്ന ഒരു തോന്നലിൽ നിന്നാണ്. ഒരുപക്ഷെ വേറൊരാൾക്ക് വളരെ നല്ലൊരു പ്രഭാഷണത്തിലൂടെ ആയിരിക്കും അത് പങ്കുവെക്കാൻ കഴിയുക, മറ്റൊരാൾക്ക് ഒരു ലേഖനം എഴുതിയാവും ചെയ്യുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള വിഷയങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുവാനുള്ള ഏറ്റവും മികച്ച വഴി കഥയാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട്, കഥ എന്ന് പറയുന്ന മീഡിയത്തിലൂടെ എനിക്ക് മെച്ചപ്പെട്ട രീതിയിൽ അത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന തോന്നലിൽ നിന്നാണ് ഞാൻ കഥ എഴുതുന്നത്. അതുകൊണ്ട് പ്രധാനമായും എൻ്റെ ഉള്ളിലുള്ള ചില വേദനകളെ, എൻ്റെ ആകുലതകളെ, ഭീതികളെയൊക്കെ നിങ്ങളുമായിട്ട് സംവദിക്കാനുള്ള എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എന്ന തോന്നലിൽ നിന്നാണ് ഞാൻ എഴുത്തുകാരനായി മാറിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബെന്യാമിനെ 30ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ബെന്യാമിനെ ഐഡന്റിഫൈ ചെയ്യുന്നതല്ലേ പറയുന്നത് ആടുജീവിതത്തിന്റെ എഴുത്തുകാരൻ എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള നജീബ് ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ ചത്തുപോയി എന്നുള്ളത്. അവിടെ ചത്തുപോയി എന്നത് ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ ബോധപൂർവം അവിടെ കൊണ്ടുവന്നതാണോ? ഓരോ വാചകങ്ങളും ഗൗരവമുള്ള ഒരു എഴുത്തുകാരൻ എഴുതുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അലസമായി അല്ല ഒരു എഴുത്തുകാരനും ഒരു വാചകം ഒരു കഥാപാത്രത്തെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അത്രമേൽ സൂക്ഷ്മത അയാൾ ഒരു നല്ല മികച്ച എഴുത്തുകാരനാണെങ്കിൽ നടത്തേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആടുജീവിതത്തിലെ ഓരോ കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളെയും അവരുടെ വാചകങ്ങളെയും ഒക്കെ കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടുകൂടിയും സാമൂഹ്യ ബോധത്തോടുകൂടിയും കൃത്യമായ ലക്ഷ്യത്തോടും കൂടി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് പറയാനുള്ള ചില കാര്യങ്ങൾ, ചില രാഷ്ട്രീയങ്ങൾ, സൂക്ഷ്മ രാഷ്ട്രീയങ്ങളൊക്കെ ഇത്തരം ചില സംഭാഷണങ്ങളിലൂടെയോ കഥാസന്ദർഭങ്ങളിലൂടെയോ ഒക്കെയാണ് നമ്മൾ പകർത്തി കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്ലാം മതവിശ്വാസിയായ നജീബിനെ പോലെ ഒരാൾ ചത്തുപോയി എന്ന് പറയേണ്ടി വരുന്നു? പല വലിയ വിമർശനമുണ്ടായതാണ്. അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഒരാൾ മരിച്ചു എന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ മരിച്ചു എന്നാണ് പറയേണ്ടത്, ചത്തു എന്ന് പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ 280 പതിപ്പായിട്ടും അത് മാറ്റാത്തതിൻ്റെ കാരണം അത് ബെന്യാമിൻ കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധത്തോടു കൂടി അവിടെ വെച്ചതാണ് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 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 മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേൾക്കുന്നുണ്ട്, കാലം ചെയ്തു, അന്തരിച്ചു, നിര്യാതനായി, ദിവംഗതനായി എന്നൊക്കെ പറയുന്ന പല ഇടങ്ങളിൽ വെറുതെ ചത്തുപോകുന്ന മനുഷ്യരും നമുക്കിടയിലുണ്ട്. അത്രമേൽ നിസ്സാരരായ ജീവികൾ എന്ന നിലയിൽ പോലും മനുഷ്യൻ ജീവിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രസ്താവനയാണ് ചത്തുപോയി എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ ജീവിതത്തിലെ മാത്രമല്ല ഓരോ കൃതിയിലെയും ഓരോ വാചകങ്ങളെയും എടുത്തു നോക്കുമ്പോൾ എഴുത്തുകാരൻ അത്തരത്തിൽ സൂക്ഷ്മമായ ചില കാര്യങ്ങളെ പകർത്തി വെക്കാനുള്ള ഒരു ശ്രമം എപ്പോഴും നടത്തുന്നുണ്ട്. അതിലൊന്നാണ് അത് എന്ന് വേണമെങ്കിൽ പറയാം. ബെന്യാമിൻ പ്രഭാസ ജീവിതം ഉപേക്ഷിച്ച് മുഴുനീള എഴുത്തുകാരനായി കുളനടക്കാരനായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എപ്പോഴെങ്കിലും ബെന്യാമിൻ എന്ന എഴുത്തുകാരനെ രാഷ്ട്രീയത്തിലേക്ക് വരുമോ? അതായത് ഒരു ജനപ്രതിനിധിയായിട്ട് എല്ലാവരും ബെന്യാമിന് എന്തെങ്കിലും കാര്യത്തിൽ നിലപാടുകൾ വ്യക്തമാക്കുമ്പോഴൊക്കെ പലരും താഴെയുള്ള കമന്റുകൾ കാണാറുണ്ട്. ഇനി അടുത്ത ഏതോ സ്ഥലം ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും ഇവിടെയുള്ള കാൻഡിഡേറ്റ് ആയിരിക്കുമോ, അതായത് ഇലക്ഷന് മത്സരിക്കുമോ എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും ഉള്ളിലുള്ളതായിരിക്കാം എന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്. കാരണം ബെന്യാമിനെ സംബന്ധിച്ചിടത്തോളം, സാറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചോദ്യങ്ങളും എല്ലാവരും ചോദിച്ചതായിരിക്കും. അപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നിശ്ചയമായിട്ടും പലപ്പോഴും നമ്മൾ നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റോ ഒരു പ്രസ്താവനയോ ഒരു അഭിപ്രായ പ്രകടനമോ
ഉടൻ തന്നെ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയോ ഏതെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾ കൊതിച്ചതോ കൊണ്ടോ ആണോ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം മോശപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരു പ്രസ്താവന നടത്തുന്നത്, ഞാനൊരു അഭിപ്രായം പറയുന്നത് ഞാനൊരു ഇന്ത്യൻ പൗരനായതുകൊണ്ടാണ്. ആ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കിവിടെ ഉണ്ട് എന്ന് ഞാൻ വീണ്ടും വീണ്ടും എന്നോട് തന്നെ ഉറപ്പിക്കുന്നതുകൊണ്ടാണ്. പലപ്പോഴും പലരും വിചാരിക്കുന്നത് നിങ്ങളൊരു എഴുത്തുകാരനായാൽ പിന്നെ ഒരഭിപ്രായവും പറയാൻ പാടില്ല, ഒരഭിപ്രായം പറയാതെ നിസ്സംഗതനായി നിർമ്മമനായി നിന്നാൽ നിങ്ങൾ സർവ്വസ്വീകാര്യനായി മാറും. അങ്ങനെ സർവ്വസ്വീകാര്യനായ ഒരു എഴുത്തുകാരനാവുന്നതിന് പകരം ഞാൻ അഭിപ്രായം പറഞ്ഞ് ചില ആൾക്കാരുടെ വിയോജിപ്പുകളോ ചില ആൾക്കാരുടെ അനുകൂലമായ നിലപാടുകളോ സ്വീകരിക്കുന്നു. അത് ഞാനൊരു ഒന്നാമതായി ഒരു ഇന്ത്യൻ പൗരനായതുകൊണ്ടാണ്, രണ്ടാമതായി എനിക്ക് വോട്ടവകാശമുള്ള ഒരാളായതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ഏത് കാര്യത്തിലും ലോകത്തെ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു അഭിപ്രായമുള്ളതുപോലെ എനിക്കും ഒരു അഭിപ്രായമുണ്ടെന്നും അത് പറയാനുള്ള അവകാശം എന്നിൽ ഇപ്പോഴും ഉണ്ട് എന്നുമുള്ള ഉറപ്പിന്മേലാണ് ഞാനത് പറയുന്നത്. നാളെ എന്തെങ്കിലും രാഷ്ട്രീയമാനങ്ങൾക്ക് വേണ്ടിയോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ അല്ല എന്ന് ദൃശ്യയും എല്ലാവരും അറിയേണ്ടതുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ജനാധിപത്യത്തോട് എനിക്ക് വിയോജിപ്പില്ല, അല്ലെങ്കിൽ ജനാധിപത്യ പ്രവർത്തകരോടോ രാഷ്ട്രീയ പ്രവർത്തകരോടോ വിയോജിപ്പില്ല. ഒരു എഴുത്തുകാരനേക്കാൾ ഞാൻ രാഷ്ട്രീയക്കാരനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ എപ്പോഴും രാഷ്ട്രീയ പ്രവർത്തകരെക്കുറിച്ച് മോശമായിട്ടാണ് കരുതുന്നത്. ഞാൻ ദൂരെ നിന്നും അടുത്തു നിന്നും രാഷ്ട്രീയ പ്രവർത്തകരെ കാണുന്ന ഒരാളെന്ന നിലയിൽ ഒരു എഴുത്തുകാരൻ സമൂഹത്തിൽ ഇടപെടുന്നതിനേക്കാൾ എത്രയോ മനോഹരമായും സുന്ദരമായും ആധികാരികമായി സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണോ ഒരു സാധാരണ ഗ്രാമീണരായ രാഷ്ട്രീയ പ്രവർത്തകൻ പോലും എന്നാണ് ഞാൻ കരുതുന്നത്. അത്രമേൽ അവർ നിത്യജീവിതവുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ മനുഷ്യരുടെയും പ്രശ്നങ്ങൾ, ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ്റെ വീട് നിങ്ങളൊന്ന് പരിശോധിക്കുക. അയാൾ രാവിലെ മുതൽ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി നിരന്തരം ഇടപെടുകയും അതിനുവേണ്ടി ഇറങ്ങി നടക്കുകയും ചെയ്യുന്നതാണ്. അവരിൽ എത്ര പേർക്ക് ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങളിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് പേർക്ക്. എങ്കിലും അവർ വളരെ നിർമ്മമതയോടുകൂടി ആ പ്രവൃത്തി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവരാണ്. അവരോട് എനിക്ക് വലിയ ബഹുമാനവും സ്നേഹവും ഒക്കെയുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുക എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടല്ല കാണുന്നത്. പക്ഷേങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെയ്യാവുന്ന അതിലും മെച്ചപ്പെട്ട പ്രവൃത്തി എഴുത്താണ് എന്ന് തോന്നുന്നതുകൊണ്ട് എന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കൊള്ളാവുന്ന ഒരാളായി തോന്നാത്തത് കൊണ്ടും ഞാൻ ഇവിടെ തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. എഴുത്തിൽ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്, പുസ്തകങ്ങളോടൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്, വായനയോടൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിലൂടെ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് പറയാനും സംവേദിക്കാനും ഒക്കെയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ എഴുതുന്നതോ പൊതുവേദിയിൽ നടത്തുന്നതായ ഒരു പ്രസ്താവനകളും ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടല്ല എന്ന് വിനയപൂർവ്വം അറിയിക്കട്ടെ. പുതിയ തലമുറയുടെ വായനയെ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിലും വായനക്കാരൻ എന്ന രീതിയിലും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നമ്മൾ പൊതുവെ പറയുന്ന ഒരു പ്രസ്താവന വായന അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു, വായന തീർന്നുപോയി, പുതിയ തലമുറ ആരും വായിക്കുന്നില്ല എന്നൊക്കെയാണ്. പക്ഷേ പൊതുവിലുള്ള ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾ ധാരാളമായി വായിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വായന പാതി വഴി വെച്ച് അവസാനിപ്പിച്ചവരോ പുസ്തകലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവരോ ആണ് ദൂരെ നിന്നിട്ട് പറയും, നമ്മുടെ കുട്ടികളൊന്നും വായിക്കുന്നില്ല, എല്ലാം പ്രശ്നമാണ്, സമൂഹം മൊത്തം പ്രശ്നമാണ് എന്ന് പറയും. നമ്മൾ കുറേ കൂടി അടുത്ത് ചെല്ലുമ്പോഴാണ് കുട്ടികൾ, നിങ്ങൾ സാഹിത്യോത്സവങ്ങൾ നോക്കൂ, എല്ലാ സാഹിത്യോത്സവങ്ങളിലും ഏറ്റവും അധികം കടന്നു വരുന്നത് യുവാക്കളാണ്. അവരാണ് ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പ്രായമുള്ളവർ കുറേ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അത്തരം ഇടങ്ങളിൽ നിന്ന്. പക്ഷേ യുവാക്കളുടേതായി വരുന്നുണ്ട്. എന്തുകൊണ്ട്? അവർക്കൊരു സാഹിത്യ സ്നേഹമുണ്ട്. നമ്മൾ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ റീലുകളുടെയും ഫേസ്ബുക്കുകളുടെയും യൂട്യൂബുകളുടെയും ഒക്കെ കാലത്ത് അവരെ ഇവിടെ നിന്ന് പിടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ അനേകം സംഗതികളുണ്ട്. എങ്കിൽ പോലും ഒരു സാഹിത്യോത്സവം നടക്കുന്ന വേദിയിലേക്ക് വരാനും അവിടെ നിന്ന് 1 മണിക്കൂർ നടക്കുന്ന ഒരു സംവാദം കേൾക്കാനും എഴുത്തുകാരനോടൊപ്പം സംവേദിക്കാനും ഒക്കെ അവർ ശ്രമിക്കുന്നുവെങ്കിൽ അവർക്ക് വായനയോട് എന്തോ ഒരു ആഭിമുഖ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പുസ്തകങ്ങളുടെ വിൽപ്പന നോക്കിയാലും നമുക്കറിയാൻ കഴിയും ഒരു വലിയ തോതിലുള്ള ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെ ഇപ്പം നമ്മൾ താരതമ്യം ചെയ്യും. ഇപ്പോൾ എൻ്റെയോ സുധീറിൻ്റെയോ കാലത്തെ വായന എന്ന് പറയുന്നത് ഭ്രാന്തമായ വായനയായിരുന്നു. എന്തും കയ്യിൽ കിട്ടുന്നത് എന്തും വായിക്കുക എന്ന് പറയുന്നത്, അതിനകത്ത് ക്ലാസിക്കുകളൊന്നൊന്നുമില്ല, അല്ലെങ്കിൽ സാധാരണ പുസ്തകമൊന്നുമില്ല. കയ്യിൽ കിട്ടുന്നതൊക്കെ വായിക്കുകയും അതിൽ നിന്ന് ഏറ്റവും മികച്ചത് ഏതാണെന്ന് നമ്മളൊരു ആശയ രൂപീകരണത്തിൽ എത്തുകയും ചെയ്യുന്ന ഒരു ലോകത്ത് നിന്ന് വ്യത്യസ്തമായി പുതിയ കുട്ടികൾ ചൂസിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ചൂസിയായി മാറിയതിൻ്റെ ഒരു ചെറിയ പ്രശ്നമെന്ന് ചോദിച്ചാൽ, അവർ പ്രത്യക്ഷത്തിൽ കാണുന്ന ബെസ്റ്റ് സെല്ലറുകൾ എന്നോ പറയുന്ന
അല്ലെങ്കിൽ എല്ലാവരാലും പുകഴ്ത്തപ്പെടുന്ന കൃതികൾ മാത്രം വായിക്കുന്ന ഒരു പരിമിതിയിലേക്ക് അവർ എത്തപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ പുറത്ത് വായനയുടെ ഒരു വലിയ ലോകം, സാഹിത്യത്തിൻ്റെ ഒരു മനോഹരമായ ലോകം ബാക്കിയുണ്ട് എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് വായന കുറേ കൂടി ആഴമുള്ളതും സൗന്ദര്യമുള്ളതും. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ പുസ്തകങ്ങൾ മാത്രമാണ് വായനയെന്നും ഇതിലാണ് സാഹിത്യമെന്നും ഇത്രയേ ഉള്ളൂ സാഹിത്യമെന്നും തെറ്റിദ്ധരിക്കപ്പെടാനുള്ള വലിയൊരു സാധ്യതയുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഒരു തുടക്കമെന്ന നിലയിൽ ശരിയാണ്, ബെസ്റ്റ് സെല്ലറുകൾ, നിങ്ങൾ ആടുജീവിതം വായിക്കുന്നു, അല്ലെങ്കിൽ അഖിൽ പി ധർമ്മജൻ്റെ പുസ്തകം വായിക്കുന്നു, നിമ്ന വിജയൻ്റെ പുസ്തകം വായിക്കുന്നു, അതൊക്കെ നല്ല കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഒരു തുടക്കമെന്നില്ല. ഞങ്ങളൊക്കെ വായിച്ചു തുടങ്ങിയത് കോട്ടയം പുഷ്പനാഥിൻ്റെയും ബാറ്റൻ ബോസിൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടാണ്. പക്ഷേ നമുക്ക് അവിടെ വെച്ച് മനസ്സിലായി ഇവിടെ നിന്നാൽ പോരാ, ഈ വായന ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്, വ്യത്യസ്തമായ തലങ്ങളിലേക്ക് മാറേണ്ടതുണ്ട് എന്ന് മാറുമ്പോഴാണ് നമ്മൾ പതിയെ പതിയെ അവിടെ നിന്ന് ആനന്ദിനെ വായിക്കാൻ ശ്രമിക്കുന്നു, ഒ വി വിജയനെ വായിക്കാൻ ശ്രമിക്കുന്നു, സക്കറിയെ വായിക്കാൻ ശ്രമിക്കുന്നു, സേതുവിനെ വായിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ പുതിയ 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 ലോകങ്ങൾ നമ്മുടെ മുമ്പിൽ ഉയർത്തെഴുന്നേറ്റ് വരുന്നു. അത്തരത്തിലേക്ക് നമ്മുടെ കുട്ടികളുടെ വായന അടുത്ത ഒരു ഘട്ടത്തിലേക്ക് മാറേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. തുടക്കത്തിൽ അത് നമ്മുടെ ഒരു വായനയോട് ഒരു അടുപ്പമുണ്ടാക്കാൻ, അക്ഷരങ്ങളോട് അടുപ്പമുണ്ടാക്കാൻ, പുസ്തകങ്ങളുടെ മണം ആസ്വദിച്ച് തുടങ്ങാനൊക്കെ ഈ ബെസ്റ്റ് സെല്ലറുകൾ എന്ന് പറയുന്ന പുസ്തകങ്ങൾ നമ്മളെ സഹായിക്കുമെങ്കിലും അവിടെ നിന്ന് മാറി വ്യത്യസ്തമായ അനുഭവ ലോകങ്ങളുടെ പുസ്തകങ്ങളിലേക്ക് കൂടി പോകുമ്പോഴാണ് നമ്മൾ വായന യഥാർത്ഥത്തിൽ അനുഭവിച്ചു വായനയുടെ ലോകത്തെത്തിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു തുടക്കമെന്ന നിലയിൽ ഈ കുട്ടികളുടെ വായനയെ ഞാൻ വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. അത് അടുത്ത തലങ്ങളിലേക്ക് പ്രവേശിക്കുകയും മഹത്തായ സാഹിത്യങ്ങൾ ലോകത്തെമ്പാടും ഉരുത്തിരിഞ്ഞു വരുന്നത് കൂടി അവർ ആസ്വദിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാറ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കത്തുകൾ എന്ന് പറയുന്നത് ഓർമ്മകളുടെ നീല ഞരമ്പുകളാണെന്ന്. പ്രവാസകാലത്ത് സാർ ഒരുപാട് കത്തുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കത്തുകളാണ് അക്ഷരങ്ങളോട് അടുപ്പിച്ചത്, അല്ലെ ഭാഷയോട് അടുപ്പിച്ചത് എന്ന് പറയാറുണ്ട്. കൂട്ടുകാർക്ക് കൊടുക്കുമ്പോഴൊക്കെ ഞാനല്ല അത് എഴുതിയത്, അത് ഏതോ വലിയ എഴുത്തുകാരനെ എഴുതിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാർക്ക് കൊടുക്കുമ്പോൾ അവരതിലെ നല്ല ഭാഷ അങ്ങനെയൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ കത്തെഴുത്താണോ ബെന്യാമിനെ എഴുത്തുകാരനാക്കിയത്? തീർച്ചയായിട്ടും. അതിനു മുമ്പ് സാഹിത്യത്തോട് ഒരു ബന്ധവുമില്ലാതിരുന്ന ഒരാളെ പതിയെ പതിയെ അക്ഷരങ്ങളോടും സാഹിത്യത്തോടും ആഭിമുഖ്യമുള്ള ഒരാളാക്കി തീർക്കുന്നതിൽ ഗൾഫ് കാലത്ത് എഴുതിയിട്ടുള്ള കത്തുകൾ വളരെ അധികം പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അന്ന് വാട്സപ്പും ഫേസ്ബുക്കും മറ്റ് ജിമെയിൽ പോലുള്ള സാങ്കേതിക സൗകര്യങ്ങളോ ഒന്നുമില്ലാതിരുന്നത് കൊണ്ട് കത്തുകളിലൂടെ മാത്രമാണ് എനിക്ക് എൻ്റെ നാട്ടിലുള്ള സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുമായിരുന്നത്. ആ കത്തെഴുത്തിലൂടെയാണ്, സുദീർഘങ്ങളായ കത്തെഴുത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങളെ അക്ഷരങ്ങളാക്കി മാറ്റുന്നത് എങ്ങനെയാണ് എന്ന് ഒരു പരിശീലനം എനിക്ക് വലിയ തോതിൽ ലഭിക്കുന്നത്. അതിലൂടെയാണ് അക്ഷരങ്ങളിൽ നീന്താനുള്ള ഒരു ആത്മവിശ്വാസം എനിക്ക് ലഭിക്കുകയും പിന്നീട് കഥകളിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നത്. പുതിയ കാലത്ത് ഈ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത് ആ എഴുതാനുള്ള അവസരമാണ് എന്നാണ്. ഒരാൾ കഥ എഴുതാൻ ആഗ്രഹിക്കും, പെട്ടെന്ന് കഥയിലേക്ക് ഇറങ്ങുകയാണ്. ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള അനുഭവങ്ങളെ നമ്മൾ പകർത്തി തുടങ്ങുമ്പോഴാണ് അക്ഷരങ്ങൾ എങ്ങനെയാണ് അടുക്കേണ്ടത്, വാചകങ്ങൾ എങ്ങനെയാണ് അടുക്കേണ്ടത്, ഓരോ തരം അനുഭവങ്ങളെയും പകർത്താൻ വ്യത്യസ്ത തരം ഭാവനാ രീതികളെ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്നൊക്കെ പഠിക്കുന്നത് അങ്ങനെയാണ്. ഈ കത്തെഴുത്തിനോടൊപ്പം തന്നെ ഡയറി എഴുത്ത് എന്ന് പറയുന്ന ഒരു ശീലം കൂടി എനിക്കുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഞാൻ ഡയറി എഴുതുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മളോട് തന്നെ പറയുമ്പോഴാണ് പലപ്പോഴും അത് പകർത്താൻ വല്ല പ്രയാസമാണ് എന്നറിയുന്നത്. ആ പ്രയാസത്തെയാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ മറികടന്നത്. പുതിയ കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഇതാണെന്നുള്ളത്. കത്തുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് വളരെയധികം കാലത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വി മുസഫർ അഹമ്മദിനെ പോലെയുള്ള പ്രവാസ സാഹിത്യത്തെക്കുറിച്ചൊക്കെ ഗൗരവമായി പഠിക്കുന്ന ഒരാൾ പറയുന്നത്, നമ്മൾ ഇന്നോളം എഴുതിയിട്ടുള്ള എല്ലാ പ്രവാസ സാഹിത്യവും എടുത്തു പഠിച്ചാൽ അതിനേക്കാൾ മികച്ച പ്രവാസ സാഹിത്യമായിരിക്കും ഗൾഫ് നാടുകളിൽ നിന്നോ മറ്റ് ദേശങ്ങളിൽ നിന്നോ നാട്ടിലേക്ക് എഴുതിയ കത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ എന്നുള്ളത്. ആ കത്തുകളിൽ എത്രയോ മനുഷ്യരുടെ ജീവിതങ്ങൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, ആകുലതകൾ, വേദനകളെല്ലാം വീണ് കിടപ്പുണ്ടാവും. 10 വർഷം കഴിഞ്ഞ കത്തുകൾ വായിക്കുമ്പോഴായിരിക്കും അതിൻ്റെ മനോഹാരിത. ഇന്ന് ലോകത്തെമ്പാടും വലിയ വലിയ എഴുത്തുകാരെഴുതിയ കത്തുകളുടെ കളക്ഷൻസ് എത്ര മനോഹരമായിട്ടുണ്ട്, എത്ര ഗൗരവമായിട്ടാണ് അവർ വിഷയങ്ങളെ, ലോകത്തെ, ജീവിതത്തെ കണ്ടത് എന്നതിൻ്റെ ഒരു ഉദാഹരണമായി മാറുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മൾബറി എന്ന് പറയുന്ന പുതിയ നോവലിൽ അതൊരു ഘട്ടം പോലെ പറയുന്നുണ്ട്. ഇപ്പം പഴയ കാലത്ത് നിക്കോസ് കസൻസാക്കിസിൻ്റെ 450ഓളം കത്തുകൾ ശേഖരിച്ച ഒരു പുസ്തകം വായിച്ചിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന 2
യുവതി യുവാക്കൾ പിന്നീട് പറയുന്നുണ്ട്, എത്ര മനോഹരമായിട്ടാണ് അവരുടെ ജീവിതത്തെ പഴയ കാലത്ത് അടയാളപ്പെടുത്തിയത്. നമ്മൾ പക്ഷേ നമ്മളുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ പ്രണയങ്ങളൊക്കെ ഒരു വാട്സപ്പ് മെസ്സേജിൽ അവസാനിപ്പിക്കുകയും വൈകിട്ടത്തെ ഒരു ക്ലിയർ ചാറ്റിൽ വെച്ച് അത് തീർന്നു പോവുകയും ചെയ്യുന്നുണ്ടല്ലോ എന്ന്. നമ്മുടെ എല്ലാ പ്രണയവും ആ നിമിഷത്തെ ചിലപ്പോൾ പ്രണയമായിരിക്കും, ചിലപ്പോൾ അന്നേരത്തെ ദേഷ്യമായിരിക്കും, അന്നേരത്തെ ഏതുതരം വികാരങ്ങളും കത്തുകളിലാണെങ്കിൽ അത് എല്ലാ കാലത്തേക്കും സൂക്ഷിച്ചു വെക്കുകയും പിന്നീട് ഒരിക്കലും എത്തി നോക്കുകയും ചെയ്യും. പക്ഷേ വാട്സപ്പ് ചാറ്റുകളുടെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഈ വൈകിട്ടത്തെ ക്ലിയർ ചാറ്റോടുകൂടി ആ വികാരം, ആ ജീവിതം, ആ നിമിഷം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പഴയ മനുഷ്യർ എത്ര ഭാഗ്യം ചെയ്തവരാണ് എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ കത്തുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. എന്നെ ഒരു എഴുത്തുകാരനാക്കുന്നതിൽ കത്തുകൾ വലിയ പങ്ക് വഹിച്ചിട്ടുമുണ്ട്. ബെന്യാമിൻ സാറിന്റെ എഴുത്ത് ജീവിതം 1/4 നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ താങ്കൾ സംതൃപ്തനാണോ? തീർച്ചയായിട്ടും. എൻ്റെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ എൻ്റെ ജീവിത സാഹചര്യത്തിൽ നിന്ന് വരുന്ന എത്രയോ മനുഷ്യർ സാഹിത്യത്തിൽ എഴുതാൻ ശ്രമിക്കുകയോ പുസ്തകങ്ങളുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരികയോ ഒക്കെ ചെയ്തെങ്കിൽ പോലും എനിക്ക് വലിയ തോതിലുള്ള സ്വീകാര്യത, ഒരുപക്ഷെ ഞാൻ അർഹിക്കുന്നതിലധികം സ്വീകാര്യത സമൂഹം എനിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ 30-ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ഒരു കഥ എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 25 വർഷമായിട്ട് എഴുതുന്നു. അതിനും എത്രയോ വർഷമായി ഈ സാഹിത്യത്തിൽ നിൽക്കുന്ന ആളുകൾ, എന്നോടൊപ്പം എഴുതി വന്ന ആളുകൾ. ഇപ്പോൾ എൻ്റെ ആദ്യ സമാഹാരം യുത്തനേസിയ മൾബറി പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനോടൊപ്പം മറ്റ് 9 എഴുത്തുകാരുടെ സമാഹാരം കൂടി 10 പുസ്തകങ്ങളാണ്. ഞാൻ ഒരു ഇതായി പറയില്ല, പക്ഷേ ആ 9 എഴുത്തുകാരും ഇന്ന് സാഹിത്യത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അവരുടെ പേരെവിടെ വെച്ചോ അല്ലെങ്കിൽ അവർ സാഹിത്യം ഉപേക്ഷിച്ചിട്ട് പോവുകയോ സാഹിത്യം അവരെ ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്തു. അപ്പോൾ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടുന്ന സ്വീകാര്യത അയാളെ വീണ്ടും 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 എഴുതാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ആദ്യ സമാഹാരത്തിന് തന്നെ അബുദാബി മലയാളി സമാജത്തിൻ്റെ പുരസ്കാരം കിട്ടുന്നു. ടി പത്മനാഭനെ പോലെ ഒരാൾ ജൂറിയായ ഒരു പുരസ്കാരം കിട്ടുക എന്ന് പറയുന്നത് അടുത്ത ഒന്ന് എഴുതാനുള്ള ഒരു പ്രേരണയായി മാറുന്നുണ്ട്. എപ്പോഴൊക്കെ ഞാൻ സാഹിത്യത്തിൽ നിന്ന് പിൻവാങ്ങാമെന്ന് വിചാരിക്കുന്നു, അപ്പോഴൊക്കെ സാഹിത്യം എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുകയും സാഹിത്യത്തിൽ നീ തുടരേണ്ടതുണ്ട് എന്ന് എന്നോട് പറയുകയും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആടുജീവിതം എന്ന കൃതി ആദ്യത്തെ ഒരു നോവൽ മത്സരത്തിൽ തിരസ്കരിക്കുന്നു, ഒരു വാരിക തിരസ്കരിക്കുന്നു, പുസ്തക പ്രസാധകർ സ്വീകരിക്കുമോ എന്ന ആകുലതയോടുകൂടി അത്രയൊന്നും പ്രശസ്തരല്ലാത്ത ഒരു പുസ്തകശാലയ്ക്ക് കൊടുക്കുന്നു. പക്ഷേ ജനങ്ങൾ ആ പുസ്തകം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളിനി ഇവിടെ നിന്ന് എഴുതൂ എന്ന് പറയുന്നു. അത്തരത്തിൽ പുരസ്കാരങ്ങളുടെ കാര്യത്തിൽ എൻ്റെ പ്രായത്തിലുള്ള ആ കാലത്ത് ആർക്കും വളരെ കുറച്ച് ആൾക്കാർക്ക് കിട്ടുന്ന സമയത്ത് തന്നെ എനിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടി. എൻ്റെ തലമുറയിൽ ഒരാൾക്കും കിട്ടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പത്മപ്രഭ പുരസ്കാരം കിട്ടി, വയലാർ അവാർഡ് ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിൽ ഇരട്ടിയായി സാഹിത്യലോകം എനിക്ക് ഇങ്ങോട്ട് തരുന്നുണ്ട് എന്നുള്ള ഒരു വലിയ അഭിമാന ബോധവും സന്തോഷവും എനിക്ക് എല്ലായ്പ്പോഴും ഉണ്ട്. അതിൻ്റെ ഒരു വലിയ നിറവിൽ നിശ്ചയമായിട്ടും വലിയ നിറഞ്ഞ സംതൃപ്തിയാണ് 25 വർഷം കൊണ്ട് എനിക്ക് നേടിയത്. ഞാൻ എഴുതിയതൊക്കെ എവിടെയൊക്കെയോ ആരൊക്കെയോ ഇരുന്ന് വായിക്കുന്നു എന്നുള്ള ഒന്ന്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായി മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നീണ്ട 21 വർഷത്തെ ഗൾഫ് ജീവിതം അവസാനിപ്പിച്ചിട്ട് നാട്ടിൽ വന്നിട്ട് ഒരു എഴുത്തുകാരനായി ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നതും എത്ര എഴുത്തുകാർക്കുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എഴുത്തുകാരനായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന റോയൽറ്റി കൊണ്ട് അയാളുടെ അന്നത്തിനുള്ള വക കണ്ടെത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളുടെ സ്വപ്നത്തിൽ നമ്മൾ ജീവിക്കുകയും അതിൽ പുലരുകയും ചെയ്യുമ്പോൾ തന്നെ അത് നമുക്ക് തിരിച്ച് ഭക്ഷണത്തിനുള്ള വക തരുന്നു എന്നുള്ളത് എത്രയധികം വായനക്കാരുടെ സ്നേഹത്തിൻ്റെ ബാക്കി പത്രമാണ് അത് എന്നുള്ളതാണ്. കാരണം ഒരു പുസ്തകത്തിൽ നിന്നൊരു എഴുത്തുകാരന് കിട്ടുന്നത് 15% മലയാളത്തിൽ. ഇംഗ്ലീഷിലൊക്കെ അത് കുറഞ്ഞു പോയി 3%, 4% വരെയായി. കാരണം അത് പകുതി പരിഭാഷകന് പോവും, പകുതി ഇവിടെ പോവും, പിന്നെ മറ്റേതിൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷ് ലോകത്തിൻ്റെ കണക്ക് എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. എന്താണ് ഈ റോയൽറ്റിയുടെ കണക്കെന്ന് സുധീറിനോട് നിങ്ങൾ ചോദിച്ചാൽ അറിയാൻ പറ്റും. ഭയങ്കര കള്ളക്കണക്കുള്ളതാണ്. പക്ഷേ മലയാള പ്രസാധകർക്കൊന്നുമില്ല. 15% എന്ന് പറഞ്ഞാൽ 15% ഇതാണ് നിങ്ങളുടെ എന്ന് പറഞ്ഞു തരും. പക്ഷേ ആ 15%, ഒരു പുസ്തകത്തിന് 15% കിട്ടുമ്പോൾ പോലും അത് നമ്മുടെ ജീവിതത്തിന് ഉതകുന്ന തരത്തിൽ കഴിയുന്നുവെങ്കിൽ എത്ര ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വായനക്കാർ നമ്മളെ സ്നേഹിക്കുകയോ നമ്മുടെ പുസ്തകങ്ങൾ വായിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നിശ്ചയമായിട്ടും 25 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ ആത്മസംതൃപ്തിയാണ് ഉള്ളത്, വലിയ സന്തോഷമാണ് എനിക്ക് ഉള്ളത്. ഒരു എഴുത്തുകാരനെ വലിയ എഴുത്തുകാരനാക്കുന്നത് വായനക്കാരല്ലേ?
പുരസ്കാരമാണോ ഒരു എഴുത്തുകാരനെ വലിയ എഴുത്തുകാരനാക്കുന്നത്? കാരണം വായനക്കാരില്ലെങ്കിൽ എഴുത്തുകാരനുണ്ടോ? നിശ്ചയമായിട്ടും. പക്ഷേ ഈ പുരസ്കാരങ്ങളെന്ന് പറയുന്നതും ഒരു സംഘം വായനക്കാരുടെ സ്നേഹമായിട്ട് മാത്രമാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ അതൊരു പ്രത്യേക എന്തോ ഒരു സാധനവും വായനക്കാർ വേറെ ഒന്നുമല്ല. വായനക്കാരുടെ ഇടയിലുള്ള വേറെ കുറച്ച് പേർ, ഒരു 2-3 ആൾക്കാർ ചേർന്നിട്ട് പറയുന്നു, ഈ പുസ്തകം നല്ലതാണ് എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ പുരസ്കാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ചിലപ്പോൾ അതേ പുരസ്കാരത്തിന് വേറെ 3 പേരാണ് ഇരുന്ന് ജൂറിയായിരിക്കുന്നതെങ്കിൽ അവരുടെ അഭിരുചികൾ വേറെയായിരിക്കും, അവരുടെ ഇഷ്ടങ്ങൾ വേറെയായിരിക്കും, അവർ തിരഞ്ഞെടുക്കുന്നത് പുസ്തകവും വേറെയായിരിക്കും. അപ്പോൾ വായനക്കാരുടെ ഇടയിലുള്ള വേറെ ചില വായനക്കാർ, അല്ലെങ്കിൽ അപൂർവം ചില വായനക്കാർ തിരഞ്ഞെടുത്ത് നൽകുന്നതാണ് പുരസ്കാരം എന്ന് പറയുന്നത്. എവിടെയും അത് വായിക്കപ്പെടണം. ആ പുരസ്കാര ജൂറിയിലുള്ളവർ വായിക്കുന്നു, അവർക്ക് തോന്നുന്നു ഇയാൾ ഇതിന് അംഗീകരിക്കാൻ കൊള്ളാവുന്നതാണ്, ഞങ്ങളുടെ അഭിരുചികളോട് ഇതിനെന്തോ താല്പര്യമുള്ളതാണെന്ന് മനസ്സിലാകുമ്പോഴാണ് ആ പുരസ്കാരത്തിന് അയാളെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് പുരസ്കാരങ്ങൾ എന്തോ മഹത്വമുള്ളതാണ് എന്ന ഒരു തോന്നലില്ല. പക്ഷേ പുരസ്കാരങ്ങൾ കിട്ടുന്ന എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വലിയ പ്രചോദനമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതൊരു ഒരു എഴുത്തിൻ്റെ മേഖലയിൽ ഒരു പാഥേയം പോലെയാണ്, ഒരു പൊതിച്ചോറ് പോലെ നമുക്ക് നൽകുകയാണ്. നിങ്ങൾ ചെയ്യുന്ന പണിക്ക് ഞങ്ങളൊരു ചെറിയ പ്രതിഫലമായി ഇതാ നിങ്ങൾക്ക് ഈ സ്നേഹോപകാരം നൽകുന്നു. പക്ഷെ അതല്ല നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് ലക്ഷ്യം എന്ന് പറയുന്നത് ആത്യന്തികമായി നമുക്ക് പറയാനുള്ളത് പറയുകയും അത് വായനക്കാരുമായി കമ്മ്യൂണിക്കേഷൻ നടക്കുകയും അവരത് സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എത്ര വ്യത്യസ്തമായ മനസ്സുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും, എത്ര വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നാം ഓരോരുത്തരും. പക്ഷേ ഏതോ ഒരിടത്തിൽ വെച്ച് ഞാൻ എൻ്റെ വീട്ടിലെ എഴുത്തുമുറിയിലിരുന്ന് സങ്കല്പിച്ചു കൂട്ടിയ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ കണ്ട ചില അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയവുമായി സംവേദിക്കാൻ ഇടയാവുകയും ഇത് ഞങ്ങളുടെ കൂടി അനുഭവമാണ് എന്ന് എവിടെയോ ഒരാൾക്ക് തോന്നുകയും ചെയ്യുമ്പോഴാണ് ആ പുസ്തകം നമ്മളോട് സംവേദിക്കുന്നത്. എന്തുകൊണ്ടാണ് എല്ലാ പുസ്തകങ്ങളും നമ്മളോട് സംവേദിക്കാത്തത്? ആ സംവദിക്കാത്തതിൻ്റെ കാരണം അത് നമ്മളെ യാതൊരു തരത്തിലും തൊടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ട് ഒരിക്കൽ ബാംഗ്ലൂരിലെ IT മേഖലയിൽ ജോലി ചെയ്യുന്ന കുറേ ചെറുപ്പക്കാർ എനിക്ക് കത്തെഴുതി. നമുക്കറിയാം ആടുജീവിതവും IT മേഖലയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആടുജീവിതം മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന ഒരിടത്താണ് നടത്തുന്നത്. IT മേഖല എന്ന് പറയുന്നത് നിങ്ങൾ AC റൂമിൽ സുഖമായിട്ടിരിക്കുന്നു. പക്ഷേ ആ ചെറുപ്പക്കാർ സംഘമായി എഴുതിയത് ഇത് ഞങ്ങളുടെ ജീവിതമാണ് എന്നാണ്. ഞങ്ങളാണ് ഈ ആടുകൾ, ഈ ഓഫീസ്, ഞങ്ങളുടെ ഓഫീസാണ് ഞങ്ങളുടെ മസറ, ഞങ്ങളുടെ മാനേജരാണ് ഞങ്ങളുടെ അർബാബ്. ഇപ്പോൾ ജീവിതത്തിൽ എവിടെയോ ഒരു ഇടത്തിൽ വെച്ച് അവർക്ക് ആടുജീവിതം തങ്ങളുടെ ജീവിതവുമായി താരതമ്യം ചെയ്യപ്പെടുകയും ഇത് ഞങ്ങളുടെ കൂടി അനുഭവമാണ് എന്ന് തോന്നുകയും ചെയ്യുന്നു. ഓരോ പുസ്തകങ്ങളും നമ്മളെ എവിടെയൊക്കെയോ ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ ഇത് നമ്മുടെ അനുഭവമാണ്, ഇത് ഞാൻ വായിക്കാൻ ആഗ്രഹിച്ച അനുഭവമാണ്, ഞാൻ ഇതുവരെ കാണാത്ത ഒരു വ്യത്യസ്തമായ അനുഭവമാണ്. ഇങ്ങനെ 3 തലത്തിലാണ് ഒരു പുസ്തകം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കൂടുതലായും ഇത് നമ്മളുടെ കൂടി അനുഭവങ്ങളെ എവിടെയൊക്കെ തൊടുമ്പോഴാണ്, ഒരു സ്വപ്നം പങ്കുവെക്കുമ്പോൾ, ഒരു പ്രണയം പങ്കുവെക്കുമ്പോൾ ഒക്കെ ഒരു പുസ്തകത്തിൽ അപരിചിതനായ ഒരാളെ അല്ല നമ്മൾ കാണുന്നത്. നമ്മളുടെ ഇടയിലെ ജീവിതത്തെയോ നമ്മുടെ മനസ്സിനെയോ ഒക്കെ കാണുമ്പോഴാണ് അത് പ്രധാനപ്പെട്ടതായി മാറുന്നത്. അതുകൊണ്ട് വായനക്കാർ വളരെ പ്രധാനപ്പെട്ടതാണ്. എത്രയോ വ്യത്യസ്ത മേഖലയിൽ നിന്ന് വരുന്ന അപരിചിതരായ മനുഷ്യരുമായും മനസ്സുമായും സംവേദിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലൊരു ചെറിയ വിഭാഗമാണ് പുരസ്കാരം നൽകുകയും ഒക്കെ നൽകുന്നത്. അതുകൊണ്ട് ഇത് തമ്മിൽ പരസ്പര പൂരകങ്ങളും ഒക്കെയാണ്. എങ്കിൽ പോലും വായനക്കാർ തന്നെയാണ് പ്രധാനപ്പെട്ടതായി ഞാൻ കാണുന്നത്. എഴുത്തുകാരധികവും ഏകാന്തത ഇഷ്ടപ്പെടുന്നവരായിരിക്കുമല്ലോ, അങ്ങനെയാണ് പൊതുവേ പറയാറുള്ളത്, അറിയില്ല. പക്ഷെ താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഒരു ഏകാന്ത ജീവിയാണോ, അന്തർമുഖനാണോ? അതിമേൽ അന്തർമുഖനും ഏകാന്ത ജീവിയും എത്രയും പെട്ടെന്ന് എൻ്റെ എഴുത്തുമുറിയിൽ ചെന്ന് സ്വസ്ഥനാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എവിടെ പോയാലും ഞാൻ ഒരു ദിവസം കൂടി താമസിക്കാൻ പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് നേരെ ട്രെയിൻ കയറി വീട്ടിൽ പോകും. പ്രോഗ്രാമിന് വിളിച്ചാൽ ഞാൻ പോകും. കാരണം നമ്മൾ പൊതുസമൂഹവുമായി ഇടപെടുക, അവരുമായി സംവേദിക്കുക, അവരിൽ നിന്ന് അനുഭവങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ള ഒരു രീതി, അതുപോലും വളരെ വൈകി മാത്രം തുടങ്ങിയ ഒന്നാണ്. ഞാൻ 21ാമത്തെ വയസ്സിൽ ഗൾഫിൽ പോയിട്ട്, ഞാൻ പറഞ്ഞല്ലോ 30ാമത്തെ വയസ്സിലാണ് ആദ്യ കഥ എഴുതുന്നത്. പക്ഷേ ഞാൻ നന്നായി വായിക്കുമായിരുന്നു ആ ഒരു പ്രായത്തിൽ. ആ 21 വയസ്സ് മുതലുള്ള സമയത്ത് ഭയങ്കരമായി വായിക്കുകയും എന്നാൽ അവിടെ ബഹ്റിൻ കേരളീയ സമാജം എന്ന് പറയുന്ന വളരെ സജീവമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സമാജമുണ്ട്. ഞാൻ ഒരിക്കലും ആ കാലഘട്ടത്തിലൊന്നും സമാജത്തിലേക്ക് പോവുകയും ചെയ്യില്ലായിരുന്നു. അത്രമേൽ അന്തർമുഖനായി വീട്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം ബഹ്റിൻ കേരളീയ സമാജത്തിൽ
ഒരിക്കൽ എം കൃഷ്ണൻ നായർ സാർ വന്നു. ഞാനന്ന് ഭയങ്കര ഭ്രാന്തമായി എം കൃഷ്ണൻ സാറിനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ ആ പൊതുവിടത്തിൽ പോയി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ പോലും മടിയുള്ളത്ര അന്തർമുഖനായ ആളായിരുന്നു ഞാൻ എന്നുള്ളതാണ്. അങ്ങനെ സ്വകാര്യമായി വീട്ടിലിരിക്കുന്ന ആ അന്തർമുഖത്വം ഇപ്പോഴും എൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട്. പക്ഷേ ഈ സമൂഹം ഇങ്ങനെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയും എന്നോട് പരിപാടികൾക്ക് വേണ്ടി ക്ഷണിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഞാൻ വരികയും നിങ്ങളോട് സംവദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ എഴുത്തുകാരനും അവൻ അത്തരത്തിലൊരു അന്തർമുഖത്വമുണ്ട്, ഏകാന്തത ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഏകാന്തതയിൽ വെച്ചും അന്തർമുഖത്വത്തിൽ വെച്ചും അയാൾ നിരന്തരം അയാളോട് തന്നെ സംവേദിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ബാക്കി പത്രമാണ് എഴുത്ത് എന്ന് പറയുന്നത്. ഒരു കഥാസന്ദർഭം സൃഷ്ടിക്കുന്നത് നമ്മളോട് തന്നെ ആലോചിച്ചുകൊണ്ടാണ്. ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് നമ്മളോട് തന്നെ ആലോചിക്കുകയും ആ കഥാസന്ദർഭത്തിലൂടെ നമ്മളൊരു ഭ്രാന്തനെ പോലെ നടക്കുകയും നമ്മളവിടെ ജീവിക്കുകയാണ് എന്ന ഒരു തോന്നൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഒരു കഥ എഴുതുമ്പോൾ, ഒരു നോവൽ എഴുതുമ്പോൾ നിശ്ചയമായിട്ടും അത് സത്യമാണ് എന്ന് ഒരു തോന്നൽ എഴുത്തുകാരൻ്റെ ഉള്ളിൽ ഇല്ല എങ്കിൽ ഒരിക്കലും അയാൾ ആ കഥ എഴുതില്ല. അത് നടന്നുകൊണ്ടേയിരിക്കുന്നതാണ്, അതിപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അയാൾ അതിൻ്റെ ഭാഗമാണ്, അയാൾ അതിൻ്റെ ദൃക്സാക്ഷിയാണ് എന്ന ഒരു കടുത്ത തോന്നലിൽ നിന്നാണ് ഒരാൾ ഒരു കഥ എഴുതിലേക്ക്. എപ്പോൾ നമ്മൾ എഴുതുന്ന ഒരു കൃതി ഒരു ഫിക്ഷനാണ് എന്ന് സ്വയം തോന്നുകയും ഇതൊരു കഥയാണ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന നിമിഷത്തിൽ നമ്മൾ അതിൽ നിന്ന് പിന്മാറും. അപ്പം അത്രമേൽ നമ്മളുടെ ഏകാന്തത നമ്മളെ സഹായിക്കുന്നുണ്ട്, ഈ ഉൾവലിവ് നമ്മളെ സഹായിക്കുന്നുണ്ട്, അവനവനോടുകൂടിയുള്ള സംസാരം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒരു ഫിക്ഷൻ എഴുത്തുകാരൻ അവനവനിലേക്കുള്ള ഒതുങ്ങൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇത്രയൊക്കെ എന്നെ ഇങ്ങനെ പൊതുവേദിയിൽ കാണുമ്പോഴും ഞാൻ അത്രമേലുള്ളിൽ ഒതുങ്ങി ഇരിക്കുന്നത് കൊണ്ടാണ് എന്നിൽ നിന്ന് വീണ്ടും വീണ്ടും പുതിയ രചനകൾ ഉണ്ടാവുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. സാറിപ്പോൾ ആദ്യമൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ മൾബറി ബുക്സിനെ പറ്റിയിട്ടും. യൂത്തനേസിയ മൾബറി ആണല്ലോ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ചോദിക്കുകയാണ്, മലയാളികളുടെ പ്രിയ പ്രസാധകനായിട്ടുള്ള ഷെൽവി, അദ്ദേഹം എങ്ങനെയാണ് താങ്കളുടെ എഴുത്ത് ജീവിതത്തെ സ്വാധീനിച്ചത്? കാരണം യൂത്തനേസിയ എന്ന ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന സമയം തന്നെ താങ്കൾ വലിയൊരു അറിയപ്പെടുന്ന എഴുത്തുകാരനൊന്നും ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം താങ്കളെ ചേർത്ത് പിടിക്കുകയാണല്ലോ ചെയ്തത്. എഴുത്ത് ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഷെൽവി എന്ന പ്രസാധകനല്ലേ, ഷെൽവി എന്ന വ്യക്തി എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും ഷെൽവി എന്ന പ്രസാധകനില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബെന്യാമൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ കുറേ കൂടെ വൈകിയായിരിക്കും ഉണ്ടാവുമായിരിക്കും. പക്ഷേ എങ്കിൽ അത്ര വേഗത്തിൽ ഉണ്ടായത് ഷെൽവി എന്ന പ്രസാധകൻ്റെ വലിയൊരു സ്നേഹം കൊണ്ടാണ്. അതിന് മുമ്പേ തന്നെ ഒരു 95-94 കാലഘട്ടം മുതൽ തന്നെ എനിക്ക് അദ്ദേഹത്തുമായിട്ട് നേരിട്ട് പരിചയമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ ചെറിയ കുട്ടികൾക്കായിരിക്കും അറിയാത്തത്, കോഴിക്കോടുണ്ടായിരുന്ന മൾബറി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസാധന സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനും പബ്ലിഷറും എഡിറ്ററുമായിരുന്നു മൾബറി എന്ന് പറയുന്നത്. അന്ന് മലയാള സാഹിത്യത്തിലെ എല്ലാ മികച്ച പുസ്തകങ്ങളും ഏറ്റവും മികച്ച നിർമ്മിതിയിൽ പുറത്തിറക്കിയിരുന്ന പ്രസാധകനായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വായിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പല എഴുത്തുകാരുടെയും ആദ്യ രചനകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ അദ്ദേഹം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ പി സുരേന്ദ്രനാണെങ്കിലും ടി വി കൊച്ചുബാബ, അവരുടെ ആദ്യ കൃതി അല്ലെങ്കിൽ പോലും പ്രധാനപ്പെട്ട കൃതികൾ ടി വി കൊച്ചുബാബയുടെ, കെ പി രാമനുണ്ണിയുടെ, വിജയലക്ഷ്മിയുടെ, വി ആർ സുധീഷിൻ്റെ, അങ്ങനെ ആ തലമുറയിലെ വലിയ ഒരു എഴുത്തുകാരെ കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഷെൽവിയാണ്. അപ്പോൾ ഞാൻ ഗൾഫിലായിരിക്കുന്നത് കൊണ്ട് ഈ മൾബറി ബുക്സ് നിരന്തരമായി ഞാൻ പൈസ ഇവിടത്തേക്ക് അയച്ചു കൊടുത്താൽ എനിക്ക് ഗൾഫിലേക്ക് പുസ്തകം അയച്ചു തരുമായിരുന്നു. അങ്ങനെ ഒരു സൗഹൃദ ബന്ധത്തിൽ നിന്നാണ് ഷെൽവിയുമായിട്ട് തുടങ്ങുന്നത്. മറ്റൊരു പ്രസാധകനും കാണിക്കാത്ത ഒരു സൗജന്യം ഷെൽവി ഇപ്പോഴും ഈ പുസ്തക കെട്ടുകളോടൊപ്പം കാണിച്ചിരുന്നത്. ഷെൽവി എപ്പോഴും ഒരു 4-5 പുസ്തകം അയക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കത്തും എഴുതുമായിരുന്നു എന്നുള്ളതാണ്. ഒരു സാധാരണ വായനക്കാരൻ മാത്രമായിരിക്കുന്ന ഒരു 25 വയസ്സുകാരൻ ചെറുപ്പക്കാരന് ആ പ്രസാധകൻ കത്തെഴുതുകയാണ്, പ്രിയപ്പെട്ട സുഹൃത്തെ, സുഹൃത്തിലെ എന്തൊക്കെയാണ് പുതിയ വായനകൾ. എന്നിട്ട് ഏറ്റവും കൗതുകമുള്ള കാര്യം, പുതിയ എഴുത്തുകാരെ വല്ലതും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം, നമുക്ക് അവരുടെ പുസ്തകം പ്രസിദ്ധീകരിക്കണം, എന്തൊക്കെയാണ് നിങ്ങളുടെ പുതിയ വായനകൾ, എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുണ്ടോ എന്ന തരത്തിലേക്ക് നിരന്തരം കത്തുകൾ എഴുതുമായിരുന്ന ഒരാൾ കൂടിയാണ്. നമുക്കൊരിക്കലും ഇന്ന് പ്രതീക്ഷിക്കാൻ പോലും കഴിയില്ല. ഇന്നൊരു വാരികയിൽ ഒരു കഥ എഴുതിയാൽ അതിൻ്റെ പത്രാവധി പോലും തിരിച്ച് നമുക്ക് അയക്കില്ല. നിങ്ങളുടെ പുസ്തകം റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ 14 ദിവസം കാത്തിരുന്നറിയുക എന്നുള്ളതല്ലാതെ ഒരു അത്തരത്തിലുള്ള ഒരു സൗഹൃദ ബന്ധം പോലും നമുക്കിടയിലില്ല. അന്നത്തെ കാലത്ത് എല്ലാ പ്രതാപത്തിലും നമുക്ക് മറുപടി അയക്കുമായിരുന്നു.
ശരിയാണ്, നമ്മളൊക്കെ എഴുതുന്ന സമയത്ത് എത്രയോ കൃതികൾ, രചനകൾ, കഥകൾ തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ആ തിരസ്കരിക്കപ്പെട്ട കഥകളോടൊപ്പം ആ പത്രാധിപർ മെനക്കെട്ടിരുന്ന് നമ്മളുടെ കഥ വായിച്ചിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം കൂടി രേഖപ്പെടുത്തിക്കൊണ്ടാണ് മറുപടി എഴുതിക്കൊണ്ടിരുന്ന ഒരു കാലം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ വന്ന ഒരു 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 കത്തുണ്ട് സി രാധാകൃഷ്ണൻ സാറിൻ്റെ. അദ്ദേഹം ഭാഷാഭൂഷണിയുടെ എഡിറ്ററായിരുന്ന കാലത്ത് ഗൾഫിലേക്ക് തിരിച്ചയച്ച, സ്റ്റാമ്പ് പൊട്ടിച്ച് ഗൾഫിലേക്ക് തിരിച്ചയച്ച കഥ, നിങ്ങളുടെ കഥ യോഗ്യമല്ല, അല്ല ഇവിടെ പ്രസിദ്ധീകരിക്കാൻ സാധ്യമാവുന്നില്ല. പക്ഷേ അതിനുശേഷം അദ്ദേഹം എഴുതുകയാണ്, ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഒരു പുതിയ ചെറുപ്പക്കാരനോടുള്ളൊരു സ്നേഹം, അല്ലെങ്കിൽ ഒരു എഡിറ്റർ എന്ന നിലയിലുള്ള ഒരു സ്നേഹത്തോടു കൂടി അടുത്ത വരി എഴുതുന്നത്, ബെന്യാമിൻ, നിങ്ങളുടെ ഉള്ളിൽ ഒരു കഥാകാരനുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിങ്ങൾ ഇനിയും കഥകൾ എഴുതണം. കഥയ്ക്കുള്ളിൽ, എല്ലാ കഥകൾക്കുള്ളിലും പറയപ്പെടാത്ത ഒരു കഥ ഒളിച്ചിരിക്കണം. ഇതാണ് കഥ എഴുത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ ഒരു ഉപദേശം നമുക്ക് നൽകുകയാണ്. ഇപ്പോൾ MD ഒരിക്കൽ നേരിട്ട് കാണാനുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ബഹ്റിനിലാണ്. ദീർഘനേരം സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ MDയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒട്ടും സംസാരിക്കാത്ത ആളെന്നാണ്. പക്ഷേ സൗഹൃദം അടുത്ത് കഴിഞ്ഞാൽ, സ്നേഹം അടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹം വലിയ പ്രിയക്കാരനായി മാറുന്നത് ഞാൻ അനുഭവിച്ചു. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് എൻ്റെ എഴുത്തിൻ്റെ തുടക്കകാലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു കഥ വായിക്കാൻ ഉള്ള ഒരു ധൈര്യം കാണിച്ചു. കഥ വായിച്ച് കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ കഥ എന്നിൽ നിന്ന് വായിച്ചിട്ട് അദ്ദേഹം തന്നെ സ്വയം വായിക്കാൻ ആരംഭിച്ചു. അത് വായിച്ചു തീർത്തിട്ട് എന്നോട് പറഞ്ഞത്, ഞാനൊരു എഴുത്തുകാരൻ എന്ന നിലയിലല്ല, നൂറുകണക്കിന് കഥകൾ വായിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആയിരക്കണക്കിന് കഥകൾ വായിച്ചിട്ടുള്ള ഒരു എഡിറ്റർ എന്ന നിലയിൽ പറയുന്നു, ഇത് മനോഹരമായ ഒരു നല്ല കഥയാണ് എന്ന് പറയുന്ന ഒരു അനുഭവം. ഞാൻ പറഞ്ഞത്, അന്നത്തെ കാലത്തെ ആളുകളുടെ ഒരു സ്നേഹം എത്രയായിരുന്നു. ഇപ്പോൾ ഷെൽവിയെ പോലെ ഒരു എഡിറ്റർക്ക് എനിക്ക് കത്തെഴുതേണ്ട യാതൊരു സാഹചര്യവും ഇല്ലെങ്കിൽ പോലും അദ്ദേഹം കത്തുകൾ എഴുതിക്കൊണ്ടേയിരുന്നു. അതൊരു സൗഹൃദമായി വളർന്നു. അങ്ങനെയാണ് ഞാൻ കഥകൾ എഴുതുന്നുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അത് ഉടൻ തന്നെ കഥകളാക്കി സമാഹാരമാക്കി പ്രസിദ്ധീകരിക്കാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയും എൻ്റെ കഥകൾ വന്നിട്ടൊരു 2 വർഷത്തിനുള്ളിൽ തന്നെ അതൊരു സമാഹാരമായി വരികയും ചെയ്യുന്നു. നിർഭാഗ്യവശാൽ 2000-ലാണ് എൻ്റെ കഥകൾ വരുന്നത്, ആദ്യ സമാഹാരം വരുന്നത്. 2003 അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊരു വലിയ ഷോക്കായിരുന്നു. പിന്നീട് അടുത്ത നോവൽ, എൻ്റെ പിന്നീട് വന്ന പ്രവാചകന്മാരുടെ 2ാം പുസ്തകം എന്ന് പറയുന്ന നോവൽ പ്രസിദ്ധീകരിക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വലിയൊരു കടക്കണിയിൽ പെടുകയും അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ആ കടം മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്ക് കാരണമെന്ന് ഞാൻ എല്ലാ കാലത്തും വിചാരിക്കുകയും, കഴിഞ്ഞ 20 വർഷമായി ആ ആത്മഹത്യ എന്നെ ഇങ്ങനെ ആകുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ട്, എന്തിനായിരിക്കും ഷെൽവി ആത്മഹത്യ ചെയ്ത്? ഇത്രമേൽ സർഗതനായി ഒരു വലിയ കവിയായിരുന്നു. 2 കവിതാ സമാഹാരങ്ങൾ അദ്ദേഹത്തിൻ്റെതുണ്ട്, അലൗകികം എന്നും നൊസ്റ്റാൾജിയ എന്നും പറയുന്നത്. 2 കവിതാ സമാഹാരങ്ങൾ വായിച്ചാൽ എത്ര മനോഹരമായ കവിതകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്നത്. അങ്ങനെ ഒരാൾ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്ന ചിന്ത കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി എന്നെ ആകുലപ്പെടുത്തിയിട്ട് അതൊരിക്കലും എന്നിൽ നിന്നൊഴിയുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് മൾബറി എന്ന നോവൽ എഴുതാൻ ഞാൻ തീരുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ആഴത്തിലിറങ്ങി പുറപ്പെടുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ മാതൃഭൂമിയുടെ വാരികയിൽ കണ്ടശയായി അത് പ്രസിദ്ധീകരിച്ച് വരികയായിരുന്നു. ഏതാണ്ട് 51 ലക്കങ്ങളായി. ഇനി 1-2 ലക്കങ്ങൾ കൂടി കഴിയുമ്പോൾ അത് തീരുകയും ജൂണിൽ അത് പുസ്തകമായി വരികയും ചെയ്യും. അതുകൊണ്ട് എന്നെ ഒരു എഴുത്തുകാരനാക്കുന്നതിൽ, വായനക്കാരനാക്കുന്നതിലൊക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്, എനിക്ക് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ വലിയ ആത്മവിശ്വാസം പകർന്നു വന്ന ഒരാളെന്ന നിലയിലാണ് ഞാൻ ഷെൽവിയെ നോക്കിക്കാണുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന് ഈ സമൂഹത്തോട് പറയുക എൻ്റെ ഉത്തരവാദിത്തമായി കരുതിയതുകൊണ്ടാണ് പിൽക്കാലത്ത് മൾബറി എന്ന നോവൽ എഴുതിയത്. എഴുത്തുകാരല്ലാത്ത ചില മനുഷ്യരുമായിട്ടുള്ള അടുപ്പം ഉണ്ടായിരിക്കുമല്ലോ, അത് വ്യത്യസ്തമായിരിക്കുമല്ലോ. അവരുടെ ജീവിത രീതി ആയിക്കോട്ടെ, അവർ പറയുന്ന കാര്യങ്ങളായിക്കോട്ടെ, അതൊക്കെ എഴുത്ത് ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് വളരെ വിരലിലെണ്ണാവുന്നത്ര എഴുത്തുകാരുമായി മാത്രമേ അടുത്ത സൗഹൃദമുള്ളൂ. ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട വളരെ കുറച്ച് പേരുമായിട്ട് വളരെ സുഹൃത്തുക്കൾ എന്ന നിലയിൽ സൗഹൃദമുണ്ട്. പക്ഷേ എൻ്റെ സൗഹൃദ വലയമൊക്കെ ഈ എഴുത്തുകാരല്ലാത്ത, വായനക്കാരല്ലാത്ത, എൻ്റെ പുസ്തകം ഒരിക്കൽ പോലും വായിച്ചിട്ടില്ലാത്ത, ഒരു പുസ്തകം പോലും വായിച്ചിട്ടില്ലാത്ത, നിന്നെ ഞാൻ വായിക്കുകയില്ലെന്ന് പറയുന്ന തരത്തിലുള്ള വായനാവിരോധികളായ മനുഷ്യർ കൂടിയാണ്. അപ്പോൾ അങ്ങനെ സാഹിത്യത്തെ മാത്രം അടുത്ത് നിൽക്കുന്നവരെ നോക്കിയല്ല യഥാർത്ഥത്തിൽ നമ്മൾ സാഹിത്യത്തിന് വിഭവം കണ്ടെത്തുന്നത്, അതിന് പുറത്തുള്ളവരെ നോക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് എനിക്ക് നജീബിനെ പോലെ ഒരാളുമായി സൗഹൃദം ഉണ്ടാക്കാനോ, അയാളിൽ നിന്ന് കഥ കേൾക്കാനോ, അയാൾ ഒരു വായനക്കാരനോ സാഹിത്യ സ്നേഹിയോ സാഹിത്യ അഭിരുചിയിൽ നമ്മളോട് അടുത്ത് നിൽക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ
അങ്ങനെ ഒരാളെ അടുത്തേക്ക് പോവുകയും അയാളോട് സംസാരിക്കുകയും ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ സൽമാൻ റുഷ്ദി അടുത്തിടയ്ക്ക് നടത്തിയ ഒരു 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 ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ അതേ ചർമ്മമുള്ള ആളുകളെക്കുറിച്ച് മാത്രം എഴുതുകയാണ് എങ്കിൽ അത് ലോകത്തിലെ ഏറ്റവും മോശം പിടിച്ച ഭീകരമായ കൃതിയായിരിക്കും എന്നുള്ളതാണ്. ഈ ചർമ്മം എന്ന് പറയുന്ന അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് നിങ്ങളുടെ വംശം, നിങ്ങളുടെ ശ്രേണിയിൽപ്പെടുന്ന ആൾ, എന്തിനേയും നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ അതേ അഭിരുചിയുള്ള ആളുകൾ അതിൽ നിന്ന് പുറത്തു പോയി പലതരത്തിലുള്ള മനുഷ്യരെക്കുറിച്ച് എഴുതുമ്പോഴാണ് യഥാർത്ഥത്തിൽ സാഹിത്യം വന്നത്. അതുകൊണ്ട് സാഹിത്യത്തിന് വേണ്ടിയുള്ള വിഭവം കണ്ടെത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പലതരത്തിൽ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരുമായിട്ട് ഇടപെടുകയും, അതുകൊണ്ട് ഏറ്റവും അപരിചിതനായ വളരെ സാധാരണക്കാരനായ ഒരാൾ പറയുന്ന വാക്കുപോലും ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുകയും അയാളിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാശയം, ഒരു 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 ജീവനുള്ള വാക്ക് വീണ് കിട്ടുകയും ചെയ്യുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അങ്ങനെ നമ്മൾ എഴുതുന്നതിൽ ബഹുഭൂരിപക്ഷവും നമ്മൾ ഇത്തരത്തിൽ കടം കൊണ്ടതാണ്, അല്ലാതെ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ഉറവ കൊള്ളുന്നതല്ല. നമ്മൾ അനേകം മനുഷ്യരിൽ നിന്ന് കേട്ട് നമ്മുടെ ഉള്ളിൽ ശേഖരിച്ചു വെക്കുകയും അത് പിന്നീട് നമ്മൾ സാഹിത്യമായി ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് സാഹിത്യ ഏതര ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കരുതുകയും അത് ഹൃദയത്തിൽ കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നട്ടുച്ച സമയമാണ്, അതുകൊണ്ട് ഒരു തമാശക്കൊരു കാര്യം ചോദിക്കുകയാണ്. സാറിപ്പോൾ പറഞ്ഞല്ലോ പുസ്തക വിരോധികളായിട്ടുള്ളവരാണ് എൻ്റെ കൂട്ടെന്ന്. അവരെ എപ്പോഴെങ്കിലും വായിപ്പിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ആ സൗഹൃദം പോകുമെന്ന് തോന്നിയിട്ടാണോ അങ്ങനെ വായിപ്പിക്കാതിരിക്കുന്നത്? അതായിരിക്കും, എൻ്റെ പുസ്തകം വായിച്ചുള്ള സൗഹൃദം വെറുതെ കളയണ്ട എന്ന് തന്നെ വിചാരിച്ചിട്ടാണ്. ഓരോരുത്തർക്കും ഓരോ തരം അഭിരുചികളാണ്. നമ്മളതിലേക്ക് പുസ്തകാഭിരുചിയിലേക്ക് കൊണ്ടുവരിക എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. വായന എന്ന് പറയുന്ന ശീലം വളർത്തുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. പക്ഷേ എല്ലാവരും പുസ്തകപ്രിയരായിരിക്കണമെന്ന് ശഠിക്കുന്നതൊരു ഏകാധിപത്യ സ്വഭാവമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് പുസ്തകപ്രേമിയായിരിക്കാൻ കഴിയുന്നത് പോലെ അവകാശം മറ്റൊരാൾക്ക് ഫുട്ബോൾ പ്രേമിയായിരിക്കാൻ, മറ്റൊരാൾക്ക് സിനിമാ പ്രേമിയായിരിക്കാൻ, ഒരാൾക്ക് മോഹൻലാലിൻ്റെ ഇഷ്ടക്കാരനായിരിക്കാൻ, ഒരാൾക്ക് മമ്മൂട്ടിയുടെ ഇഷ്ടക്കാരനായിരിക്കാൻ, ഒരാൾക്ക് ബാസ്കറ്റ് ബോൾ കളി കാണുന്നതിന് വേണ്ടി ഒക്കെയുള്ള സൗകര്യമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മുടെ ജനാധിപത്യം നിലനിൽക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ എല്ലാവരെയും നിർബന്ധമായിട്ടും പുസ്തകം വടിയെടുത്ത് വായിപ്പിച്ചിട്ട് ശരി നിങ്ങൾ ബെന്യാമിൻ്റെ പുസ്തകം വായിച്ചാലേ അടങ്ങൂ, അല്ലെങ്കിൽ ആ പുസ്തകം വായിച്ചാലെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുമായി സൗഹൃദം പുലർത്തൂ എന്ന തരത്തിലേക്ക് ഉള്ളൊരു ചിന്ത എനിക്കില്ല. അവർക്കിഷ്ടമുള്ളത് അവർ ചെയ്യട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഞാൻ എല്ലായിടത്തും പുസ്തകങ്ങൾ വായിക്കുന്നതിൻ്റെ ഗുണത്തെക്കുറിച്ച്, അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച്, അത് നമുക്ക് നൽകുന്ന നിറവിനെക്കുറിച്ച്, മഹത്വത്തെക്കുറിച്ച് നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. കാരണം നമ്മൾ അനുഭവിച്ച ഒരു മനോഹരമായ ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരോട് കൂടി പറയാനാണ് ശ്രമിക്കുന്നത്. നമ്മളൊക്കെ നല്ലൊരു പുസ്തകം വായിച്ചാൽ ഉടൻ തന്നെ നമ്മുടെ അടുത്ത സുഹൃത്തിനോട് പറയും, വായനാപ്രേമിയാണ് എങ്കിൽ ആ പുസ്തകം വായിക്കുന്നത് ഭയങ്കര രസമായിരിക്കുമെന്നുള്ളതാണ്. ആടുജീവിതം കേരളത്തിൽ ഉടനീളം വായിക്കപ്പെട്ടത് മൗത്ത് പബ്ലിസിറ്റി ഒന്നുകൊണ്ട് മാത്രമാണ്, ഒരു പരസ്യം കൊണ്ടുമല്ല ആടുജീവിതം വായിച്ചത്. വായിച്ച ഓരോരുത്തരും അടുത്ത ആളിനോട് പറയുകയാണ്, ഇത് നല്ലതാണ് എന്ന്. ഈ പ്രക്രിയയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പുസ്തക വായനയെ ആസ്വദിക്കുന്ന ഒരാളാണ്, പുസ്തകത്തിൻ്റെ മഹത്വം അനുഭവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അതിന് പുറത്ത് നിൽക്കുന്ന ഒരാളോടും പറയും, നിങ്ങൾ വായിച്ചു നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് വായനയുടെ മഹത്വം എന്താണ് എന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അതിനർത്ഥം അവരത് ചെയ്തേരേ അടങ്ങൂ എന്നുള്ളതല്ല, അത് അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയാണ് പതിവ്. ബെന്യാമിൻ എന്ന എഴുത്തുകാരനെ ഇന്നത്തെ ഈ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ എന്തെങ്കിലും അസ്വസ്ഥമാക്കുന്നുണ്ടോ? നിശ്ചയമായിട്ടും ആ അസ്വസ്ഥതയാണല്ലോ നമ്മളുടെ എഴുത്തുകളായി രൂപപ്പെടുത്തുന്നത്. നിങ്ങൾ ഈ സമൂഹത്തിൽ സംതൃപ്തരാണ് എങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സംതൃപ്തരാണ് എങ്കിൽ, നിങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായും എല്ലാത്തിനോടും സമരസപ്പെടുന്നതാണ് എങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളിൽ നിന്ന് സാഹിത്യം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ അസംതൃപ്തികളാണ്, നമ്മുടെ ആകുലതകളാണ്, നമ്മുടെ ഭയങ്ങളാണ് നമ്മളെ നിരന്തരം പുതിയ കാര്യങ്ങൾ അന്വേഷിക്കാനോ പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ അതിനെ സംബന്ധിച്ച് എഴുതാനോ നമ്മളെ പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത്. നമ്മളുടെ ഈ സമൂഹം നിലനിൽക്കുന്ന വ്യവസ്ഥിതിയോടുള്ള ചില ആകുലതകൾ നമുക്കുണ്ട്. നമ്മുടെ രാഷ്ട്രീയം എന്തായി തീരുമെന്നുള്ള ഒരു ഭീതി. ഇപ്പം ഞാൻ എന്തിനാണ് അൽ അറേബ്യൻ നോവൽ ഫാക്ടറി എന്ന് പറയുന്ന ഒരു നോവൽ എഴുതിയത് എന്ന് ചോദിച്ചാൽ, അത് അറബ് ലോകത്തിൻ്റെ ഒരു കഥ പറയുന്നതിന് വേണ്ടിയല്ല. അത് പറയുന്നത് സമ്പൂർണ്ണമായും പൊളിറ്റിക്സ് ആണ് എങ്കിൽ പോലും ഒരു രാജ്യത്തിനുള്ളിൽ, ഒരു ദേശത്തിനുള്ളിൽ രണ്ടാം തരം പൗരന്മാരായി ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ ആകുലതകൾ എന്തായിരിക്കും എന്ന് പറയാനുള്ള ഒരു വിഷയം എന്ന നിലയിലാണ് ഞാൻ അതിനെ കാണുന്നത്.
അത് നാളെ നമ്മുടെ രാജ്യത്തും ഒരു 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 വിഭാഗം ജനങ്ങൾ രണ്ടാം തരം പൗരന്മാരായി തീർന്നാൽ അവരിൽ നിന്നുണ്ടാവുന്ന മാനസിക സംഘർഷങ്ങളും വിസ്ഫോടനങ്ങളും എത്ര വലുതായിരിക്കും എന്ന് പറയുന്നതിനുള്ള ഒരു വഴി എന്ന നിലയിൽ അത് നമുക്ക് ഈ സമൂഹത്തെ ഓർത്ത് ഒരു ആകുലത ഉള്ളത് കൊണ്ടാണ്, നമ്മുടെ ഭാവിയെ ഓർത്ത് ഒരു ആകുലത ഉള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു കൃതി എഴുതുന്നത്. അങ്ങനെയാണ് ആ നോവൽ പൊളിറ്റിക്കലാവുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ അത് അറബ് ലോകത്തേക്കുള്ള കുറിച്ചുള്ള ഒരു നോവലാണ്, അറബിൻ്റെ പൊളിറ്റിക്സ് ആണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്ന തരത്തിൽ അതിനെ ചുരുക്കി വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആ നോവൽ മുന്നോട്ട് വെക്കുന്ന, നോവലിസ്റ്റ് മുന്നോട്ട് വെക്കുന്ന യഥാർത്ഥ ആശയത്തിൽ എത്തപ്പെടുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് നിരന്തരം അസംതൃപ്തികൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കണം. ആ അസംതൃപ്തികളിൽ നിന്ന് പുതിയ വിഷയങ്ങൾ കണ്ടെത്തണം. ആ അസംതൃപ്തികളായിരിക്കണം നമ്മുടെ പുതിയ വിഷയമെന്ന് കരുതുന്നത് കൊണ്ട് ഞാൻ ഒട്ടും സംതൃപ്തനല്ല, നിറയെ ആകുലത മനസ്സിൽ കരുതുന്ന ഒരാളാണ്. സാറിന്റെ നിശബ്ദ സഞ്ചാരങ്ങളില് ഒരു സ്ത്രീ യാത്രയാണല്ലോ, അതിനെ ഒരു സ്ത്രീപക്ഷ നോവലായിട്ട് ആരും അഡ്രസ്സ് ചെയ്ത് കണ്ടിട്ടില്ല. ഇപ്പൊ സാറ് പറയായിരിക്കും അതിന് മറുപടി അത് വായനക്കാരാണല്ലോ പറയേണ്ടിയിരിക്കുന്നത് എന്ന്. എന്നാൽ പോലും സാറ് എഴുതുമ്പം അതൊരു സ്ത്രീപക്ഷ വായന വേണമെന്ന് ബോധപൂർവം എഴുതിയതാണോ, അല്ലെങ്കിൽ ചരിത്രത്തിൽ എപ്പോഴും, കാരണം നമുക്കറിയാം നമ്മുടെ സമൂഹവും മനസ്സും പുരുഷാധിപത്യത്തിൽ അധിഷ്ഠിതമാണല്ലോ, അതുകൊണ്ട് തന്നെ സ്ത്രീകളെ അടയാളപ്പെടുത്തുന്നത് കുറവാണ്. കാരണം നമ്മൾ ചരിത്രങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയിൽ നിന്നാണോ നിശബ്ദ സഞ്ചാരങ്ങൾ? ഞാൻ എഴുതുമ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എങ്കിൽ പോലും പിൽക്കാലത്ത് ആ നോവൽ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീവാദികളായ എഴുത്തുകാരോ നിരൂപകരോ ആ പുസ്തകത്തെ ഒട്ടുമേ എടുത്തു പറയാത്തത് എന്ന്. കാരണം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ സ്ത്രീപക്ഷവാദികൾ പലരും വിചാരിക്കുന്നത് പുരുഷ വിദ്വേഷത്തെക്കുറിച്ച് എന്തെങ്കിലും എഴുതിയാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ സ്ത്രീപക്ഷമായി തീരുന്നത് എന്ന ഒരു തെറ്റായ ധാരണ നമ്മുടെ ചില എഴുത്തുകാർക്കെങ്കിലുമുണ്ട്. ഇത് പുരുഷ വിദ്വേഷത്തെക്കുറിച്ചുള്ള ഒരു കഥയല്ല. നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകൾ പുറപ്പെട്ടു പോയ യാത്രകളുടെ കഥയാണ്. നമ്മൾ പുരുഷന്മാർ നടത്തിയിട്ടുള്ള എത്രയോ അധികം യാത്രകളുടെ കഥകൾ നമ്മുടെ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അവരാണ് ഈ യാത്രകൾ മുഴുവൻ നടത്തിയിട്ടുള്ളത് എന്ന്, അവരാണ് നമ്മുടെ കേരളത്തിലേക്ക് ഈ അന്നം മുഴുവൻ കൊണ്ടുവന്നത് എന്ന ഒരു ചിന്ത യഥാർത്ഥത്തിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ഈ നിശബ്ദ സഞ്ചാരങ്ങൾക്ക് വേണ്ടി ഞാൻ അന്വേഷണം നടത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾ പുരുഷന്മാർ നടത്തുന്നതിനേക്കാൾ മുമ്പിൽ യാത്രകൾ നടത്തി തുടങ്ങിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നത്. ഇപ്പോൾ ആ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായ മറിയാമ്മ എന്ന് പറയുന്ന കഥാപാത്രം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരോടൊപ്പം യുദ്ധമുഖത്ത് നിന്ന് ജോലിയെടുത്തിട്ടുള്ള നേഴ്സായി ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. കേരളത്തിലെ എത്ര പുരുഷന്മാർ യഥാർത്ഥത്തിൽ യുദ്ധമുഖത്ത് നിന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു പുരുഷനും യുദ്ധമുഖത്ത് നിന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആകെ അനുഭവിച്ചത് കുവൈറ്റിൽ യുദ്ധകാലത്ത് ഓടിപ്പോരുന്ന സമയത്ത് ചെറിയ തരത്തിലുള്ള ഒരു യുദ്ധം പരോക്ഷമായി അനുഭവിച്ചു എന്നുള്ളതല്ല. എന്നാൽ ലിബിയയിലേക്ക് പോയിട്ടുള്ള, ഇറാഖിലേക്ക് പോയിട്ടുള്ള, ഇത്തരത്തിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരോടൊപ്പം പോയിട്ടുള്ള സ്ത്രീകൾ യുദ്ധമുഖത്ത് നിന്നിട്ട് ആ യുദ്ധത്തിൻ്റെ തീക്ഷ്ണത അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സ്ത്രീ പോകുന്നത് ബോർണിയോ എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്കാണ്. രണ്ടാം ലോക 1939 കാലത്ത് മറിയാമ്മ എന്ന് പറയുന്ന സ്ത്രീ എൻ്റെ നാട്ടിൽ നിന്ന് പോകുന്നത് ബോർണിയോ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ എത്ര പേർക്ക് ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെയും IT-യുടെയും ഒക്കെ കാലത്ത് ബോർണിയോ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് എന്നറിയാം? നമ്മൾ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അറിയില്ല ബോർണിയോ എവിടെയാണെന്ന്. അങ്ങനെ ഇന്ന് പോലും അറിയാത്ത ഒരു സ്ഥലത്തേക്ക് ഏതാണ്ട് 80-90 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ പോവുകയും അവിടെ ജോലി ചെയ്യുകയും ചെയ്യുകയാണ്. ബോർണിയോ എന്ന് പറയുന്നത് സിംഗപ്പൂരിനും അപ്പുറത്ത് ഇന്തോനേഷ്യയ്ക്കും തായ്ലൻഡിനും അവകാശപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോഴത്തെ ബ്രൂണൈ എന്ന് പറയുന്ന രാജ്യം, അതിലെ ഒരു സ്ഥലമാണ്. 3 രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് അന്ന് അവിടെ പോയി ബ്രിട്ടീഷുകാരോടൊപ്പം യുദ്ധം ചെയ്യുന്നു. അതിനുശേഷം ഈ സ്ത്രീകൾ ആഫ്രിക്കയിലേക്ക് പോയിട്ടുള്ള, എത്രയധികം ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ള ചരിത്രമുണ്ട്. നമ്മുടെ മലയാളത്തിലെ ഇപ്പോഴത്തെ വലിയ എഴുത്തുകാരനായിട്ടുള്ള എബ്രഹാം വർഗീസിൻ്റെ മാതാപിതാക്കൾ ആഫ്രിക്കൻ രാജ്യത്ത് ജോലി ചെയ്തിരുന്നവരാണ്. അദ്ദേഹം അവിടെ ജനിച്ചു വളർന്ന ആളാണ്. പിന്നീടാണ് അദ്ദേഹം ചെന്നൈയിൽ വന്ന് പഠിക്കുകയും പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിനും ആതുര സേവന രംഗത്തേക്കും പോയിട്ടുള്ളവർ.
യൂറോപ്പിലേക്ക് പോയിട്ടുള്ളവർ, അമേരിക്കയിലേക്ക് പോയിട്ടുള്ളവർ ബഹുഭൂരിപക്ഷവും ആദ്യം പോയത് സ്ത്രീകളാണ് എന്നുള്ളതാണ്. ഗൾഫിൽ തന്നെ ഞങ്ങൾ ചെല്ലുമ്പോൾ സാരിത്തുമ്പ് വിസ എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു പ്രയോഗം തന്നെ ഉണ്ടായിരുന്നു. സാരിത്തുമ്പ് വിസ എന്ന് പറയുന്നത് സ്ത്രീകളുടെ പിന്നാലെ പോകുന്നവർ, അതിപ്പോഴും ഓസ്ട്രേലിയയിലേക്കും അയർലൻഡിലേക്കും ഒക്കെ പോകുന്നവരെ യഥാർത്ഥത്തിൽ അങ്ങനെ കളിയാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്ത്രീകളാണ് ആദ്യം പോയതെന്നേ. മധ്യ തിരുവിതാംകൂർ ഇവിടെ ഇരുന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് അത് അത്ര പിടികിട്ടില്ല. ഞങ്ങളുടെ മധ്യ തിരുവിതാംകൂറിനെ പട്ടിണിയിൽ നിന്നും പലായനത്തിൽ നിന്നും രക്ഷിച്ചതിൽ സ്ത്രീകൾ വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. അവരുടെ യാത്രകളാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ആ ദേശത്തിൻ്റെ പട്ടിണി മാറ്റിയത്. അതിൻ്റെ പിന്നാലെയാണ് പുരുഷന്മാരെ കൊണ്ടുപോയത്, അവരുടെ കുടുംബങ്ങളെ കൊണ്ടുപോയത്, മാതാപിതാക്കളെ കൊണ്ടുപോയത്. വലിയൊരു ജനവിഭാഗം ഇന്ന് അമേരിക്കയിലും യൂറോപ്പിലും ആയതിൻ്റെ പിന്നിൽ ഈ സ്ത്രീകൾ വഹിച്ച പങ്കുണ്ട്. ഞാൻ ചോദിക്കുന്നത്, എത്ര സ്ത്രീപക്ഷ രചനകൾ ഇത്തരത്തിൽ അവരുടെ ഈ യാത്രകളെ, ഈ കഠിനമായ യാത്രകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഷൈനി ജേക്കബ് ബെഞ്ചമിൻ്റെ ഒരു ഈ ജർമ്മനിയിലേക്ക് പോയ സ്ത്രീകളെക്കുറിച്ചുള്ള ഒരു ചെറിയ ഡോക്യുമെൻ്ററി ഉണ്ട്. ആ ഡോക്യുമെൻ്ററിയിൽ അവർ പറയുന്നത് ഭാഷ അറിയില്ല, സംസ്കാരം അറിയില്ല, ആകെ നേഴ്സിങ്ങിന് വേണമെന്ന് പറഞ്ഞ് ജോലി ഈ ഡൽഹിയിൽ പോയി ഒരു 2 മാസത്തെ പരിശീലനം കിട്ടിയിട്ട് ഒരു ജർമ്മനിയിൽ എത്തപ്പെടുകയാണ്. അതിനകത്ത് പറയുന്നത് രസകരമായൊരു കാര്യം, ആദ്യമായി യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അതിൻ്റെ മുകളിൽ കയറിയിരുന്നായിരുന്നു സാധിക്കുമായിരുന്നതെന്ന്. ആദ്യമായി മഞ്ഞ് പൊഴിയുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് പഞ്ഞിക്കട്ട എങ്ങാണ്ട് പഞ്ഞി മരത്തിൽ നിന്ന് വീഴുകയാണെന്ന് വിചാരിച്ചത്. ഒരു പരിചയമില്ല, ഭാഷയില്ല. ഞങ്ങൾ എല്ലാ ദിവസവും രാത്രി ഒത്തുകൂടിയിരുന്ന് മലയാളം പാട്ടുകൾ പാടിയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തെ അതിജീവിച്ചത് എന്ന് പറയുന്നുണ്ട്. എത്ര തരത്തിലുള്ള ദുരിതം അനുഭവിച്ച ഈ സ്ത്രീകളെക്കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സ്ത്രീപക്ഷ രചനകൾ ഇങ്ങനെ എഴുതിക്കൊണ്ട്, അതുകൊണ്ട് ഞാൻ എഴുതുമ്പോൾ അത് വിചാരിച്ചില്ല എങ്കിൽ പോലും ആ നോവൽ 4 തലമുറ സ്ത്രീകളുടെ യാത്രകളെക്കുറിച്ചാണ് ആ നോവൽ എഴുതിയിട്ടുള്ളത്. എഴുതി കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ അതിനകത്തൊരു സ്ത്രീപക്ഷ രചനയുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. അത് മുമ്പേ സൂചിപ്പിച്ചതുപോലെ വായനക്കാരും നിരൂപകരും ഒക്കെയാണത് തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. സമയം 2 മണിയായി. ഇനി ഓഡിയൻസിന് ആർക്കെങ്കിലും ബെന്യാമിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാവുന്ന. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എൻ്റെ ട്രെയിൻ അങ്ങ് പോകുമെന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് 2 മണിയോടുകൂടി അവസാനിപ്പിക്കാമെന്ന് എനിക്ക് കരുതുന്നു. നിങ്ങളും വിശന്നിരിക്കുകയായിരിക്കും എന്നെനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബെന്യാമിൻ പറഞ്ഞ പോലെ എനിക്ക് ആടുജീവിതം നന്നതിൻ്റെ ഒരു സുഹൃത്താണ്. ഞാനത് ഫുള്ളായിട്ട് വായിച്ചു. അറബികൾ നമ്മൾ നിൽക്കുന്നത് മഞ്ചേരിയാണ്. ഇന്ത്യ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും നമ്മൾ ആളോഹരി ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നത് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും കുറച്ച് കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് മഞ്ചേരി. മലപ്പുറം ജില്ലയിലെ വലിയ ടൗണാണ്, റെയിൽവേ പോലും ഇല്ല. എന്നാൽ അറബ് നാടുകളിൽ ജോലി ചെയ്ത ആളുകളാണ് ഈ മഞ്ചേരി ഇങ്ങനെ ആക്കിയത്. ഇവിടെയുള്ള സംഗതികൾ മുഴുവനും അങ്ങനെ തന്നെയാണ്. ഈ കഥയിൽ ഒരുപക്ഷെ നോവലിൽ അറബികളെ പരോക്ഷമായി കുറ്റം പറയുന്നൊരു സംഗതി ഉണ്ടോ എന്ന രീതിയിൽ ഉള്ള ആക്ഷേപം വന്നിട്ടുണ്ടോ? ഇവിടെ നമ്മളിവിടുത്തെ സ്ഥിതിയിലൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അത് നിങ്ങൾ ആ നോവലിനെ സമ്പൂർണ്ണമായി വായിക്കാത്തത് കൊണ്ടോ ആ രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടോ ആണ്. ഒന്ന്, ആടുജീവിതം എന്ന് പറയുന്ന കൃതി സമ്പൂർണ്ണമായി ഗൾഫിലേക്ക് പോയ എല്ലാ മനുഷ്യരുടെയും കഥയല്ല. അത് അവിടെ ചെന്ന് അനുഭവിച്ച ഒരു പ്രത്യേക മനുഷ്യൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ ചില പ്രത്യേക വിഭാഗങ്ങളുടെ കഥയാണ്. ആ കഥ, ഒരു എഴുത്തുകാരനൊരു കഥ കണ്ടെത്തുന്നത് സമൂഹത്തിലെ അപൂർവമായ ചില കഥാപാത്രങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ടാണ്. അത് പത്രവാർത്ത എങ്ങനെയാണല്ലോ, നിങ്ങൾക്ക് എല്ലാ ദിവസവും സംഭവിക്കുന്ന കാര്യവും എല്ലാവരുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യവും വാർത്തയല്ല. അപൂർവമായി സംഭവിക്കുന്ന, ഇപ്പോൾ പത്രത്തെക്കുറിച്ച് പറയുന്നത് പട്ടി മനുഷ്യനെ കടിച്ചു എന്ന് പറഞ്ഞാൽ വാർത്തയല്ല, മനുഷ്യൻ പട്ടിയെ കടിച്ചു എന്ന് പറഞ്ഞാൽ അത് വാർത്തയാണ് എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഒരു എഴുത്തുകാരൻ എപ്പോഴും ശ്രമിക്കുന്നത് അവിടെയുള്ളതിൽ വ്യത്യസ്തമായ ഒരു ജീവിതത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ ഗൾഫിലേക്ക് പോയി രക്ഷപ്പെട്ട എത്രയോ 1000 മനുഷ്യരുടെ കഥകൾ നിങ്ങൾക്കറിയാം. അത് പറഞ്ഞിട്ട് ആ കഥയ്ക്ക് അതൊരു കഥയല്ല. പക്ഷേ
ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർ കൂടി ഉണ്ട് എന്ന അറിവ് പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഗൾഫിൽ പോകുമ്പോൾ, ഞാൻ 21-ാമത്തെ വയസ്സിൽ ഗൾഫിൽ പോകുമ്പോൾ ഞാൻ വിചാരിച്ചത് ഗൾഫ് എന്ന് പറയുന്നത് എല്ലാവരുടെയും സമ്പൂർണ്ണമായ സുഖമുള്ള സ്ഥലമാണ് എന്നുള്ളതാണ്. പക്ഷേ ഗൾഫിൽ പോയ എല്ലാ മനുഷ്യർക്കും അറിയാം, അവിടെ പോയതിൽ 5%, 10% ആൾക്കാരെ ഈ സുഖം എന്ന് പറയുന്ന കാര്യം അനുഭവിക്കുന്നുള്ളൂ. വളരെ ദുരിതപൂർണമായ ജീവിതം അനുഭവിക്കുന്ന വലിയ ഒരു കൂട്ടം മനുഷ്യർ അവിടെ ഉണ്ടാകുന്നു. ഞാനൊരിക്കൽ ഇതുപോലെ ഒരു പരിപാടിക്ക് ഒരു സ്കൂളിൽ ചെന്നപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, സാറേ എൻ്റെ അച്ഛൻ ഗൾഫിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പം ഞാൻ എല്ലാ ദിവസവും ഞാനും അമ്മയും വൈകിട്ട് ഫോൺ വിളിച്ച് അച്ഛനെ ചീത്ത പറയും. അപ്പം അച്ഛൻ അവിടെ പോയി സുഖിക്കുകയാണ്, ഞാനും അമ്മയും ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ് എന്ന്. എന്നിട്ട് ആടുജീവിതം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അച്ഛൻ എന്തുമാത്രം കഷ്ടപ്പാട് അവിടെ അനുഭവിക്കുന്നുണ്ടാവുമെന്ന്. അദ്ദേഹം ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം എന്തുമാത്രം ചൂട് അനുഭവിക്കുന്നുണ്ടാവും, ഏകാന്തത അനുഭവപ്പെടുന്നുണ്ടാവും, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആടുജീവിതം വായിക്കുമ്പോഴാണ് എന്ന് ആ കുട്ടി പറയുകയാണ്. ഇത് നമ്മുടെ നാട്ടിലെ എത്രയോ അധികം കുട്ടികളുടെ ഒരു പരിച്ഛേദമാണ്. നമ്മളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും വിചാരിക്കുന്നത് ഗൾഫിൽ പോയി നമ്മളവിടെ ആൾക്കാർ സുഖജീവിതം ജീവിക്കുന്നു എന്നുള്ളതാണ്. ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് പറയുന്നത് പോലെ നമ്മളിവിടെ വെച്ച് കാണുന്ന ഈ പളവളപ്പ്, പുത്തൻ പാൻറ്, പുത്തനുടുപ്പ്, പുതിയ ബെൽറ്റ് ഒക്കെ അയാൾ വിമാനം കയറുന്നതിൻ്റെ തലേ ദിവസം വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുവരെ അയാൾ കഷ്ടപ്പാടിൻ്റെ വലിയ അത് ഒരിക്കലും നമ്മുടെ വീടിനെ അറിയിച്ചില്ല എന്നുള്ളതാണ് ഗൾഫ് മലയാളി കേരളത്തിനോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് ഞാൻ പറയും. നമ്മളിവിടെ സുഖം അനുഭവിക്കുമ്പോൾ, സമ്പത്ത് അനുഭവിക്കുമ്പോൾ, ദൂർത്ത് അനുഭവിക്കുമ്പോൾ അവിടെയുള്ള പുരുഷൻ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയാണ് അഭിമുഖീകരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ അതിനകത്ത് ഒരു 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 കത്തുണ്ട് 19-ാം അധ്യായത്തിൽ. അതാണ് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് നജീബ് അവിടെ നിന്ന് എഴുതുന്ന ഒരു കത്തായിട്ടാണ്, ഒരു സാങ്കല്പിക കത്താണ്. അതൊരിക്കലും വീട്ടിലെത്തുന്നില്ല. പക്ഷേ നജീബ് ആടുകളോടൊപ്പമാണ് ജീവിക്കുന്നത്. കിടക്കാനൊരു സ്ഥലമില്ല, കൊടും ചൂടാണ്, മാർബാബ് നിരന്തരമായി അടി കൊടുക്കുന്നുണ്ട്. പക്ഷേ നജീബ് വീട്ടിലേക്ക് എഴുതുന്ന കത്തിൽ, ഞാനിവിടെ സുഖമായിരിക്കുന്നു, എനിക്കിവിടെ നല്ല സുഖമാണ്, അർബാബിൻ്റെ ഹൂറിയായ മകളോടൊപ്പമാണ് ഞാൻ നടക്കുന്നത്, എനിക്ക് വലിയ സമ്മാനങ്ങളൊക്കെ അർബാബ് തരാറുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ആ കത്ത് അവസാനിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, കത്തല്ല, ആ കരച്ചിലായിരുന്നു സത്യം എന്ന്. ഈ കരച്ചിൽ സത്യമായി കൊണ്ട് നടക്കുന്ന മലയാളികളുടെ ഒരു വലിയ ശതമാനം അവിടെ ഉണ്ട് എന്ന് പറയുക ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് അറബികളെ മോശമായി കാണിക്കാനല്ല, നമ്മളുടെ ജീവിതം ദുരന്തപരമായിരുന്നു എന്ന് പറയാനാണ്. അറബികളെ മോശമായി കാണിക്കാനാണ് എങ്കിൽ എൻ്റെ നോവലിൻ്റെ അവസാനത്തിൽ യഥാർത്ഥത്തിൽ നജീബിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് അതിനേക്കാൾ വലിയ പണക്കാരനായ ഒരു അറബിയാണ് എന്ന് കൂടി നിങ്ങളെന്താണ് കാണാത്തത്? ഒരു അറബിയുടെ കാറിൽ കയറ്റിക്കൊണ്ടാണ് പണക്കാരുടെ കാറിലും ദൈവം സഞ്ചരിക്കുമെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് അറബിയുടെ കാറിലാണ് അയാളെ മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ട് അത് അറബികളെ മോശമായി കാണിക്കുന്നതല്ല, നമ്മളുടെ ജീവിതങ്ങളുടെ ദുരന്തത്തെ കാണിക്കുന്നതാണ്. നമ്മൾ അങ്ങനെ ഒരു ചിന്താഗതി വെച്ചു പുലർത്തേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ജന്മികൾക്കെതിരെ സമരം ചെയ്യില്ലായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അയ്യോ, നമ്മുടെ അന്നദാനമായ ജന്മികൾക്കെതിരെ ഒന്നും പറയാൻ പാടില്ല, അവരെത്രയോ കാലമായി നമുക്ക് ഈ അന്നം നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും കുടിയാന്മാരായി എവിടെയെങ്കിലുമൊക്കെ കിടക്കുമായിരുന്നു. നമുക്ക് പറയാനുള്ളത് ആർജവത്തോടുകൂടി പറയണം. അതിൻ്റെ അർത്ഥം അവരെ നമ്മൾ നിഷേധിക്കുന്നുവെന്നോ അറബി ദേശത്തെ മോശമായി കരുതുന്നുവെന്നോ അല്ല. നമ്മൾ പറയാനുള്ളത് പറയണം എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അത് ആ നോവലിനെ അങ്ങനെ എടുക്കണം എന്ന് കരുതുകയാണ്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു, 2 മണിയായി. ഒരു ചോദ്യം ഒരാളുടെ പെട്ടെന്ന് 1-2 പേരോട് ചോദിച്ചിട്ട് നമുക്ക് പെട്ടെന്ന്. സർ നമസ്കാരം. അപ്പോൾ എല്ലാവരും ആടുജീവിതത്തിനെ പറ്റി ചോദിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തി നിശബ്ദ സഞ്ചാരങ്ങളെ കുറിച്ച് ചോദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സാറ് പറഞ്ഞ പോലെ അത്രത്തോളം ആടുജീവിതത്തിന് കിട്ടിയ അത്രത്തോളം പോപ്പുലാരിറ്റി നിശബ്ദ സഞ്ചാരം കിട്ടുന്നില്ല എന്നുള്ള ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ചോദിക്കാൻ പറയുന്നത് മറിയാമ്മനെ കുറിച്ചോ അല്ലെങ്കിൽ ആ 4 തലമുറയിലുള്ള സ്ത്രീകളെ കുറിച്ചോ അല്ല. അതിൽ മനു എന്ന് പറഞ്ഞ കഥാപാത്രം എനിക്ക് തോന്നുന്നു ഞാൻ അടങ്ങുന്ന പുതുതലമുറയുടെ പ്രതീകമാണ്. പക്ഷേ ഇപ്പോഴത്തെ കാണുന്ന പുതുതലമുറ എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നത് നോക്കി ചെയ്യുക എന്നുള്ളൊരു പ്രവണതയാണ്. പക്ഷേ മനു എന്ന് പറയുന്നത് തലമുറകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കത്തിൽ നിന്നത് ആരംഭിക്കുന്ന ആളാണ്. പക്ഷെ ഇപ്പോഴത്തെ തലമുറ ചരിത്രത്തിനോട് ഒരു ഇഷ്ടം തോന്നാത്ത ഒരാൾക്കാരും ഒരു മിനിമം 2 തലമുറയെ പറ്റിയെങ്കിലും അത്രത്തോളം അറിയുന്ന ആൾ. പക്ഷെ മനു എന്ന് പറഞ്ഞ കഥാപാത്രം 4 തലമുറയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ്.
അപ്പോൾ ആ മനു എന്നുള്ളൊരു കഥാപാത്രത്തിന്റെ ഉത്ഭവം എങ്ങനെയാണ് ഉണ്ടായത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പുതിയ തലമുറയിൽ നിന്ന് അത്തരത്തിലൊരാൾ ഉണ്ടായി വരണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് മനു എന്ന് പറയുന്ന കഥാപാത്രത്തെ ഉണ്ടായിട്ടുള്ളത്. അപ്പം നമ്മളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ തൊട്ടുമുകളിലുള്ള ആൾ പോലും ശൂന്യതയിൽ ആണ് എന്നുള്ളതാണ്. ഒരിക്കൽ ഞാൻ ഈ നോവലിൻ്റെ ആവശ്യത്തിന് വേണ്ടി ആഫ്രിക്കൻ രാജ്യത്ത് പോയപ്പോൾ അവിടുത്തെ ഒരു ആഫ്രിക്കൻ വംശജനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഏറ്റവും ആദ്യം അക്ഷരം പഠിക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ 50 തലമുറ മുമ്പുള്ള പിതാക്കന്മാരുടെ പേരുകൾ പഠിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. എൻ്റെ പിതാവ് ഇന്നാരാണ്, അയാളുടെ പിതാവ് ഇന്നാരാണ്, അയാളുടെ പിതാവ് ഇന്നാരാണ്. പക്ഷെ നമ്മൾ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും നമ്മളുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ പേര് വരെ അറിയാം, അതിൻ്റെ മുകളിൽ ആളുടെ പേര് കഷ്ടിച്ചറിയാമായിരിക്കും, അതിൻ്റെ മുകളിൽ അറിയില്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ വേരുകളെക്കുറിച്ച് നമുക്ക് ഒട്ടുമേ അറിയില്ല എന്നുള്ളതാണ്. നമുക്ക് അത് നമ്മളുടെ ഒരു 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 മലയാളി സ്വഭാവത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. കാരണം നമുക്ക് ഒരു ക്ലാൻ സ്വഭാവമില്ല, നമുക്ക് ഒരു ഗോത്ര സ്വഭാവമില്ല, നമുക്കൊരു സർനെയിമില്ല. അതാണ് ഏറ്റവും രസകരമായ കാര്യം. മലയാളിയുടെ പാസ്പോർട്ടിൽ നോക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും പല ആൾക്കാർക്കും സർനെയിം ഇല്ല എന്ന് പറയുന്നത്. നമ്മുടെ പേര്, നമ്മുടെ പിതാവിൻ്റെ പേര്, പിന്നെ ഒരു വീട്ടുപേരൂടെ കഴിഞ്ഞാൽ തീർന്നു. പക്ഷേ പല സമൂഹങ്ങളിലും ഈ സർനെയിം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ആണ് എന്നുള്ളതാണ്. അതിലാണ് അവരറിയപ്പെടുന്നത്. അതൊരു നല്ല കാര്യമാണോ ചീത്ത കാര്യമോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ എങ്കിൽ നമ്മളുടെ പൂർവികരെ കുറിച്ച് അറിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരെങ്ങനെയാണ് ജീവിച്ചതെന്ന് അറിയുക. ആ അറിവിലൂടെ വലിയ ഒരു പാഠം കൂടി കിട്ടുന്നുണ്ട്. എത്രമേധികം ജീവിത അനുഭവങ്ങളെ താണ്ടിയാണ് നമ്മുടെ പൂർവികർ ഇവിടെ വരെ വന്നത് എന്നുള്ള ഒരു വലിയ അറിവ് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു അന്വേഷണാത്മകത പുതിയ തലമുറയ്ക്ക് ഉണ്ടാവണം എന്ന ഒരു ചിന്തയിൽ നിന്നാണ് മനു എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ചോദ്യം. ഓക്കെ. ഹലോ സർ, ദിസ് ഇസ് കംപ്ലീറ്റ്ലി പേഴ്സണൽ ഒബ്സർവേഷൻ. ഞാൻ ആടുജീവിതം എന്ന് പറഞ്ഞ ഫിലിം കണ്ടത് തന്നെ നോവൽ വായിച്ചത് കൊണ്ട് മാത്രമാണ്. ആൻഡ് ആ സിനിമ കണ്ടപ്പോൾ ഒരു ആക്ടറിൻ്റെ ബോഡിലി ട്രാൻസ്ഫോർമേഷന് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കുകയും മോർ ഓഫ് ലൈക്ക് എ സർവൈവൽ ത്രില്ലർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആ നോവൽ വായിച്ചപ്പോഴാണ് ആടുജീവിതം എന്നുള്ള ടൈറ്റിലിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത്. നജീബും ആടുകളുമായിട്ടുള്ള ആ ഒരു ലൈഫ് ആ ഫിലിമിൽ അത്രത്തോളം വന്നിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി എക്സ്പെക്റ്റേഷൻസിന് വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ളതായിരുന്നു മൂവി. അപ്പോൾ റൊലാൻഡ് ബാർട്സ് പറഞ്ഞ പോലെ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡെത്ത് ഓഫ് നോത്. എന്നാലും ബെന്യാമിൻ്റെ ആടുജീവിതത്തിൽ നിന്ന് അത് ബ്ലെസ്സിയുടെ ആടുജീവിതത്തിലോട്ടായ ആ ഒരു ട്രാൻസ്ഫോർമേഷന് സർ എങ്ങനെ നോക്കിക്കാണും? അല്ല, അത് അതിൽ തന്നെ ഉണ്ട്, ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. അത് ബെന്യാമിൻ്റെ ആടുജീവിതവും മറ്റേത് ബ്ലെസ്സിയുടെ ആടുജീവിതവുമാണ് എന്നുള്ളതാണ്. ഓരോരുത്തരും ഒരു കൃതിയെ നോക്കിക്കാണുന്ന ഓരോ തരത്തിലാണ്, വ്യാഖ്യാനിക്കുന്നത് ഓരോ തരത്തിലാണ്, കൺസീവ് ചെയ്യുന്നത് വേറെ തരത്തിലാണ്. അപ്പം ബ്ലെസ്സി എന്ന് പറയുന്ന സംവിധായകൻ അതിനെ എങ്ങനെ കൺസീവ് ചെയ്തു അതാണ് നിങ്ങൾ സിനിമയിൽ കണ്ടത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പം അതിനകത്ത് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിലൊന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം ഒരു വായനക്കാരൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ആടുജീവിതത്തിൽ നജീബ് എന്ന് പറയുന്ന കഥാപാത്രം സമ്പൂർണ്ണമായും മസറയ്ക്ക് കീഴടങ്ങുന്ന ഒരാളാണ്. അയാൾ അവിടെ ചെല്ലുന്നു, അവിടെ അടിമപ്പെടുന്നു, ആടുകളോടൊപ്പമായി തീരുന്നു, അവസാനം ആടായി മാറുകയും ചെയ്യുന്നു. പക്ഷെ ബ്ലെസ്സിയുടെ കഥാപാത്രം അങ്ങനെ ആയിത്തീരുന്നില്ല. അതുകൊണ്ടാണ് നമുക്കത് റിലേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. അത് അദ്ദേഹം എല്ലാ നിമിഷവും പുറത്തേക്ക് കടക്കാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി, സർവൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും പലതവണ സർവൈവിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ്. അതാണ് ഈ നോവലും സിനിമയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിൽ ഒന്നായി തോന്നുന്നത്. അതുകൊണ്ടാണ് നോവൽ വായിച്ച ഒരാൾക്ക് ഒരിക്കലും സിനിമ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാതെ പോയത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ഒരു ആസ്വാദകൻ എന്ന നിലയിൽ, നിരീക്ഷകൻ എന്ന നിലയിൽ എൻ്റെ ഒരു തോന്നലാണ്. പക്ഷേ ബ്ലെസ്സിക്ക് അത്തരത്തിൽ അത് കൺസീവ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത്തരത്തിലാണ് ആ നോവൽ അദ്ദേഹത്തിന് വിട്ടുകൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യാഖ്യാനമായി കണ്ടാൽ മതി. നമ്മൾ ഓരോരുത്തരും നോവൽ വായിച്ചപ്പോൾ നമുക്കൊരു വ്യാഖ്യാനം ഉണ്ടായതുപോലെ അതിലൊരു വ്യാഖ്യാനം മാത്രമാണ്. അതുകൊണ്ട് നോവലിൻ്റെ വ്യാഖ്യാനങ്ങൾ ഇനിയും നിരന്തരമായി വേറെ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിൽ നമ്മളതിനെ സ്വീകരിച്ചാൽ, അതിനെ അങ്ങനെ കണ്ടാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. സാർ, ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഈ ആടുജീവിതോ മറ്റേ നിശബ്ദ സഞ്ചാരങ്ങളൊന്നുമല്ല, താങ്കളും ഒരു 24ഓളം യുവ എഴുത്തുകാരുമായി ചേർന്ന് എഴുതിയ പുഴമീനുകളെ കൊല്ലുന്ന വിധം എന്ന് പറഞ്ഞ ആ പുസ്തകമാണ്. ആ പുസ്തകത്തിലേക്ക് സാർ എങ്ങനെയാണ് എത്തപ്പെട്ടത്? അത് അതിൻ്റെ ആ 24 എഴുത്തുകാരും അവരുടെ ഒരു ഭാവന, നിങ്ങളുടെ ഭാവനയൊക്കെ എങ്ങനെയാണ് അതിലൊരു ഒന്നിച്ചു വന്നത്? നല്ലൊരു നോവലാണ്, മുന്നോട്ട് പോയിട്ടുണ്ട്. എങ്ങനെയാണ് വന്നത്? അത് വളരെ രസകരമായ കാര്യമാണ്. ഈ കളക്റ്റീവ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ആ നോവലിനെ കാണാവുന്നത്. കാരണം അത് കോവിഡ് കാലത്ത് പരീക്ഷണാത്മകമായി ചുമ്മാ ചെയ്ത ഒരു കാര്യമാണ്.
അപ്പോൾ ഞാൻ വെറുതെ ഒരു അധ്യായം എഴുതി, അത് യൂട്യൂബിലാണ് അത് ആദ്യം വരുന്നത്. യൂട്യൂബിൽ വായിച്ചു. അടുത്ത എഴുത്തുകാരൻ അത് ആ വായന കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നിന്ന് അതിൻ്റെ ഒരു ബാക്കി ഉണ്ടാക്കി. മൂന്നാമത്തെ ദിവസം അത് കേട്ടിട്ട് അടുത്ത ഉണ്ടാക്കി. അങ്ങനെ അതിങ്ങനെ തുടർന്നു കൊണ്ടുപോയി. ഇപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ട് ശരി, അതിൻ്റെ ഒരു അവസാന ഭാഗം പിന്നീട് ഞാൻ എഴുതി ഉണ്ടാക്കി. പിന്നെ പുസ്തകമാക്കിയപ്പോൾ വീണ്ടും ഒരു അധ്യായം കൂടി ഞാൻ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊരു കളക്റ്റീവ് ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായി നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ തുടർച്ചയായി മറ്റൊരാൾക്ക് ചിന്തിക്കാൻ കഴിയും. ഇപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ നോവൽ എഴുതിയിരുന്നെങ്കിൽ ആ നോവലിൻ്റെ കഥാപാത്രങ്ങളൊന്നും അങ്ങനെ ആയിരിക്കില്ല. ഇത് പല ആൾക്കാർ പല വഴിയിലൂടെ സഞ്ചരിപ്പിച്ച് അതിനെ അവിടെ എത്തിക്കുകയും അവിടെ എത്തിയപ്പോൾ പിന്നെ എന്താവണമെന്ന് ഞാൻ തീരുമാനിച്ചിടത്തു നിന്ന് അതിനൊരു അവസാന ചാപ്റ്റർ ഉണ്ടാക്കുകയും ചെയ്യുകയായിരുന്നു. വളരെ രസകരമായ ഒരു അനുഭവമായിട്ടാണ് ഞാനതിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഇത്രയും നേരം നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. മഞ്ചേരിയിൽ വരാൻ ആദ്യമായിട്ടാണ് മഞ്ചേരിയിൽ വരുന്നത്. നിങ്ങളോട് സംവദിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് വീണ്ടും കാണാം എന്നറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.